കർത്താവിന്റെ ധന്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് സന്തോഷത്തോടെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്താം. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ബൈബിൾ ക്ലാസ് ആയിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്നത്. പാസ്റ്റർ ഹൃദയത്തിനകത്ത് വളരെ ആഗ്രഹമുള്ള ഒരു വിഷയമായിരുന്നു. അതുകൊണ്ടാണ് എന്നോട് പറയുകയും ആ വിഷയം നമുക്ക് അത് അല്പമായിട്ട് ചിന്തിപ്പാനായിട്ട് ഇടയാകുകയും ചെയ്തത്. പരിശുദ്ധാത്മാവ് ഈ സമയത്ത് ദൈവസഭയ്ക്ക് ഏറ്റവും അനിവാര്യമായ ഒരു ഘടകമാണ്. ഈ സമയത്ത് തന്നെയല്ല, സഭ ആരംഭിച്ചത് പരിശുദ്ധാത്മാവിലാണ്, സഭ നടത്തിക്കൊണ്ടു വരുന്നത് പരിശുദ്ധാത്മാവാണ്, ഇനിയും സഭയെ ഒരുക്കി കൊണ്ടുപോകേണ്ടത് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ടാണ് ഈ സമയത്ത്, പ്രത്യേകിച്ച് കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന സമയത്ത്, കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങളെല്ലാം ഒരെണ്ണം പോലും ഇല്ലാതെ എല്ലാം നിറവേറിയിരിക്കുന്ന ഈ സമയത്ത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കേണ്ടത് ഒക്കെ വളരെ നിർണായകമായ വിഷയമാണ്. അതുകൊണ്ട് ഈ സമയത്ത് നമുക്ക് പരിശുദ്ധാത്മാവിനെ കുറിച്ച് ചിന്തിക്കുന്നത് വളരെ ആപ്റ്റായ ഒരു കാര്യമാണെന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. നമ്മൾ പരിശുദ്ധാത്മാവ് ആരാണെന്നും ഒക്കെയുള്ളതായ കാര്യങ്ങൾ ചിന്തിച്ചു. പരിശുദ്ധാത്മാവ് ഒരു ശക്തിയായിരിക്കുമ്പോൾ തന്നെ ഒരു വ്യക്തിയാണ്, ദൈവമാണ്. ദൈവത്തിനുള്ള എല്ലാ ആട്രിബ്യൂട്ട്സും, സർവശക്തി, സർവജ്ഞാനം, സർവവ്യാപിത്വം, മാറ്റമില്ലായ്മ, ഇതെല്ലാം പരിശുദ്ധാത്മാവിനും നൽകിയിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് ദൈവമാണ്, തൃത്വത്തിൽ ഒരു വ്യക്തിയായ ദൈവമാണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം വേദപുസ്തകത്തിന്റെ ആദ്യ നാൾ മുതൽ അവസാന നാൾ വരെയും ആത്മാവിന്റെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ചിന്തിപ്പാനായിട്ട് ഇടയായി തീർന്നു. പരിശുദ്ധാത്മാവ് വ്യക്തിയാണെന്നുള്ളതിന് ചില കാര്യങ്ങൾ ഓർപ്പിച്ചു. പരിശുദ്ധാത്മാവിന് മൈൻഡ് ഉണ്ട്, പരിശുദ്ധാത്മാവിന്റെ മനസ്സ്, ആത്മാവിന്റെ മനസ്സ്. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിന് ഇമോഷൻസ് ഉണ്ട്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാം, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. പരിശുദ്ധാത്മാവിന് ഇമോഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിന് വിൽ പവർ ഉണ്ട്. ആത്മാവിന്റെ ഹിതം, അല്ലെങ്കിൽ ആത്മാവ് നടത്തുന്നു, അല്ലെങ്കിൽ ആത്മാവിന്റെ വിൽ പവർ അനുസരിച്ച് മുമ്പോട്ട് നടത്തുന്ന അനുഭവങ്ങൾ. നമ്മൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ വിഷയങ്ങളെല്ലാം നമ്മുടെ ഹൃദയത്തിനകത്ത് ഓർമ്മയുണ്ടായിരിക്കണം. നമുക്ക് സന്തോഷിപ്പിക്കുവാനും അനുസരിക്കുവാനും ദുഃഖിപ്പിക്കുവാനും ഒക്കെ കഴിയുന്നതായ ഒരു വ്യക്തിത്വമാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. സ്തോത്രം. നമ്മൾ പിന്നെ ചിന്തിച്ചത് ആത്മാവിന്റെ ഫലം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ചിന്തിപ്പാനായിട്ട് ഇടയായി തീർന്നു. അതുപോലെ തന്നെ ആത്മാവിന്റെ, പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഉപമാനങ്ങൾ ഏതൊക്കെയാണെന്ന് ചിന്തിപ്പാനായിട്ട് ഇടയായി തീർന്നു. പ്രാവ്, അതുപോലെ എണ്ണ, നമുക്ക് അതിനെക്കുറിച്ച് വിശദമായി ചിന്തിപ്പാനായിട്ട് കഴിഞ്ഞില്ല. ചില കാര്യങ്ങൾ മാത്രം ഓർപ്പിച്ചുകൂടാൻ. വെള്ളം, അതുപോലെ അഗ്നി, ഏറ്റവും പ്രധാനപ്പെട്ട അഗ്നി, അതുപോലെ മുദ്രയാണ്, അതുപോലെ നമുക്ക് തന്നിരിക്കുന്ന ഏണസ്റ്റ് അഥവാ ഒരു അഡ്വാൻസ് ആയിട്ട് തന്നിരിക്കുന്ന ആത്മാവാണ്. വരാൻ പോകുന്നതായ ആ തേജസ്സിന്റെ അന്ന് അനുഭവിക്കാൻ പോകുന്ന ഒരു ചെറിയൊരു ടേസ്റ്റ് ആണ് ഇപ്പോൾ ഒരു ടോക്കൺ ആയിട്ട് നമുക്ക് തന്നിരിക്കുന്നത്. അത് തന്നിരിക്കുന്നത് കൊണ്ട് ഉറപ്പായിട്ടും ആ യഥാർത്ഥത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ അവസരമുണ്ടായിരിക്കും. അങ്ങനെയുള്ളതായ ഉപമാനങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിപ്പാനായിട്ട് ഇടയായി തീർന്നു. അതുപോലെ ആത്മാവിന്റെ ഫലം ഏറ്റവും പ്രധാനമാണ്. ആത്മാവിന്റെ ഫലം ഏറ്റവും പ്രധാനമാണ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിപ്പാനായിട്ട് ഇടയായി തീർന്നു. എല്ലാ ഫലങ്ങളും ഉണ്ടെങ്കിലും ഫലമില്ല എങ്കിൽ യാതൊരു പ്രയോജനമില്ല എന്ന് നമ്മൾ ചിന്തിപ്പാനായിട്ട് ഇടയായി തീർന്നു. കർത്താവിന്റെ അടുക്കൽ ചെന്നിട്ട് കർത്താവേ അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, അത്ഭുതങ്ങൾ നടത്തി, വീര്യപ്രവൃത്തികൾ ചെയ്തു, രോഗികളെ സൗഖ്യമാക്കി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്നുള്ളതായ ദുഃഖകരമായ ശബ്ദമാണ് ഉണ്ടാകുവാൻ ഇടയായത്. കാരണം ഫലം ഇല്ല എന്നതിന്റെ തൊട്ടുമുള്ളതായ വാക്യങ്ങൾ. ഫലം കായ്ക്കുന്നത്, നല്ല ഫലം കായ്ച്ചില്ല എങ്കിൽ, കർത്താവിനോട് നമ്മൾ അനുഭവപ്പെടുന്നില്ല എങ്കിൽ, കർത്താവിന്റെ സ്വഭാവത്തോട് അനുഭവപ്പെടുന്നില്ല എങ്കിൽ ഇതെല്ലാം ചെയ്താലും ദൈവസന്നിധിയിൽ അതിന് യാതൊരു വിലയുമില്ല. അതുകൊണ്ട് നമ്മൾ ആത്മാവിന്റെ സാന്നിധ്യത്തിൽ പരിശുദ്ധാത്മാവിനാൽ രൂപാന്തരപ്പെടുന്നവരായിട്ട്, പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്നവരായിട്ട് തീർന്നെങ്കിൽ മാത്രമേ ദൈവസന്നിധിയിൽ നമുക്ക് എന്തെങ്കിലും വില ഉണ്ടാകുവാനായിട്ട് ഇടയാകുകയുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ ചിന്തിച്ചു. ആത്മസ്നാനം പ്രാപിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ചു. ആത്മസ്നാനം പ്രാപിച്ചാലുള്ളതായ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്, ദൈവസഭയിൽ ഒരു ദൈവവേദന എന്തിനു വേണ്ടിയാണ് ആത്മസ്നാനം തരുന്നത് എന്ന് ചിന്തിക്കുവാനിടയായി.
പരിശുദ്ധാത്മാവ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. എന്തൊക്കെയാ ചെയ്യുന്നത്? ആശ്വാസപ്രദനാണ്, ആശ്വസിപ്പിക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. പിന്നെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്നതാണ് പരിശുദ്ധാത്മാവ്. സകല സത്യത്തിലും വഴി നടത്തുന്നതാണ്, ഗൈഡ് ചെയ്യുന്നതാണ് പരിശുദ്ധാത്മാവ്. പിന്നെ നമ്മെ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. കർത്താവിന്റെ വരവിന്റെ കാഹളം കേൾക്കുമ്പോൾ നമ്മുടെ ഈ മൺകൂടാരത്തെ, ശരീരത്തെ രൂപാന്തരപ്പെടുത്തി ട്രാൻസ്ഫോം ചെയ്ത് ആത്മീയ ശരീരമാക്കി മാറ്റുന്ന അത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മൾ വസിക്കുന്നെങ്കിൽ മാത്രമേ അത് സംഭവിക്കുവാനായിട്ട് ഇടയായുള്ളൂ. അതുകൊണ്ടാണ് 24 hours make sure that the Holy Spirit is in us and we are not offending the Holy Spirit and grieving the Holy Spirit. അത് വളരെ പ്രധാനമാണ്. quenching the Holy Spirit. പരിശുദ്ധാത്മാവിനെ കെടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ കർത്താവ് നമ്മൾ കത്തിജ്വലിക്കുന്ന അഗ്നി നിരന്തരമായിട്ട് അത് വർദ്ധിച്ചു വരുന്ന ഒരു അനുഭവം കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. എന്തൊക്കെയാണ് ആത്മസ്നാനം പ്രാപിക്കേണ്ട വ്യവസ്ഥകൾ എന്നുള്ള കാര്യം നമ്മൾ ചിന്തിച്ചു. സമയമുണ്ടെങ്കിൽ ഇന്ന് അവസാനം അല്പസമയം നമുക്ക് ക്ലാസ് മാത്രം പോരല്ലോ, അല്പസമയം ആരാധിച്ച് കർത്താവിന്റെ ആത്മാവിനെ പ്രാപിക്കാത്തവർക്ക് അത് പ്രാപിക്കുവാനും ആത്മാവിനെ നമുക്ക് പ്രാപിച്ചവർക്കൊന്നുകൂടെ ഒന്ന് ബലപ്പെടുവാനുള്ളതായ ഒരു അവസരം അല്പസമയം വേർതിരിക്കണമെന്ന് ചിന്തിക്കുകയാണ്. സ്തോത്രം. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ആത്മവരങ്ങളെ കുറിച്ചാണ്. ഈ ആത്മവരങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ മുമ്പായിട്ട് ഒരു കാര്യം കൂടെ പറയുകയാണ്. ഈ പരിശുദ്ധാത്മാ സ്നാനം എന്ന് പറയുന്നത്, അതിന് മുമ്പ് പരിശുദ്ധാത്മാവ് ഇവിടെ ഇടപെട്ടതുപോലെയല്ല, അത് വ്യത്യസ്തമായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ 7 പോയിന്റ് പറഞ്ഞത് ഒരിക്കലും മറക്കരുത്. കാരണം ധാരാളം പേർക്ക് കൺഫ്യൂഷൻ ഉള്ളതും തർക്കിക്കുന്നതുമായ ഒരു വിഷയമാണ്. നമ്മൾ വീണ്ടും ജനിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നു, അതുകൊണ്ട് ഇനി അതിനു വേണ്ടി പ്രത്യേകം ഒന്നും കാത്തിരിക്കേണ്ട എന്ന് പറയുന്ന ഒരു വലിയ ടീച്ചിങ് ലോകം മുഴുവനുമുണ്ട്. കാരണം പിശാചിന് നല്ലപോലെ അറിയാം, ആത്മസ്നാനം പ്രാപിച്ചാൽ ഒരു വ്യക്തി രൂപാന്തരപ്പെടും, അവൻ ഭയങ്കര ഫലകരമായി പ്രയോജനപ്പെടുമെന്ന് അറിയുന്നത് കൊണ്ട് അതിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കി വിടുവാനായിട്ട് പറയും. രക്ഷിക്കപ്പെട്ടപ്പോൾ പരിശുദ്ധാത്മാവിനാണല്ലോ രക്ഷിക്കപ്പെട്ടത്, അതുകൊണ്ട് അത് മതി. അങ്ങനെയല്ല. ഈ പരിശുദ്ധാത്മാവിനെ നമ്മൾ പ്രാപിക്കുന്നത് ആത്മസ്നാനവും രണ്ടും രണ്ടാണ്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ രക്ഷിക്കപ്പെടുന്നെങ്കിലും വിശ്വസിക്കുവാൻ വേണ്ടി പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിനകത്ത് പ്രേരിപ്പിക്കുന്നു, വിശ്വസിപ്പിക്കുന്നു. അതെല്ലാം ശരിയാണെങ്കിലും അതിൽ നിന്ന് വ്യത്യസ്തമാണ് പരിശുദ്ധാത്മ സ്നാനം എന്നുള്ളതിന് 7 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, യേശു തന്നെ പറഞ്ഞ കാര്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ എന്തുവാണ്? ഞാൻ പോയതിന് ശേഷം കാര്യസ്ഥനെ നിങ്ങളുടെ അടുക്കൽ അയക്കും, അവരെ നിങ്ങൾക്ക് അറിയാം, he will be in you. അല്ലേ? ഓർക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ് അറിയാവുന്നത്? he is with you. പിന്നെ പറഞ്ഞു and he will be in you. he is with you പ്രസന്റ് ടെൻസിൽ പറഞ്ഞു, he will be with you, in you എന്ന് ഫ്യൂച്ചർ ടെൻസിൽ പറഞ്ഞു. അപ്പോൾ ആ പറയുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് ഉണ്ട്, എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആ പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് he will come in you, he will be in you എന്ന് ഫ്യൂച്ചർ ടെൻസിലും പറയുന്നത് ഒന്നാമത്തെ പോയിന്റാണ്. പിന്നെ കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 21-ല് ഊതി, ശിഷ്യന്മാരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീരെന്നൊക്കെ പറഞ്ഞ് പരിശുദ്ധാത്മാവിനെ അവരെ പ്രാപിച്ചെങ്കിലും അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നിങ്ങൾ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കണം അല്ലേ എന്ന് പറയുകയാണ്. അതിനുവേണ്ടി ഇനിയും ഏറെ നാൾ കഴിയും മുമ്പേ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് തൊട്ടു മുമ്പേ പറഞ്ഞു. അപ്പോൾ അതെല്ലാം കേട്ടിട്ടാണ് ശിഷ്യന്മാര്, സഹോദരിമാര് എല്ലാവരും കൂടെ 120 ഏകദേശം 120 പേര് എക്സാക്ട്ലി എന്ന് ബൈബിൾ എഴുതിയിട്ടില്ല, ഏകദേശം 120 പേരുള്ളതായ ഒരു സംഘം അവിടെ കൂടിയിരിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വ്യത്യസ്തമായ രീതിയിൽ വരികയാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മ സ്നാനം എന്ന് പറയുന്നത് അതിന് മുമ്പുണ്ടായിരുന്ന അനുഭവത്തിൽ അല്ലെങ്കിൽ ഒരാൾ രക്ഷിക്കപ്പെടുവാൻ വേണ്ടി വരുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം വ്യത്യസ്തമാണെന്ന് കാണുവാനായിട്ട് സാധിക്കും. 2 അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായം. ഇത് നമുക്ക് മനസ്സിനകത്ത് പടം വരയ്ക്കണം. നോട്ടിൽ മാത്രം പോലെ നമുക്ക് എപ്പാര് ചോദിച്ചാലും പറയത്തക്ക രീതിയിൽ 8-ാം അധ്യായത്തില് ശമരിയയിലെ വിശ്വാസികളെ അവര് വിശ്വസിച്ചു, സ്നാനമേറ്റു, പക്ഷേ പരിശുദ്ധാത്മാവ് വന്നില്ല. പത്രോസിനെ കൊണ്ടുവന്ന് പത്രോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ ആത്മാവരുടെ മേൽ അവർ അന്യഭാഷകൾ സംസാരിക്കുവാനായിട്ട് ആരംഭിച്ചു. അപ്പോൾ ആദ്യം വിശ്വസിച്ച് സ്നാനമേറ്റത് വ്യത്യസ്തമാണ് അല്ലേ? അതുപോലെ തന്നെ ശൗല് യേശുവിന്റെ ദർശനം കണ്ടു, പൂർണ്ണമായിട്ട് കർത്താവിന് വേണ്ടി സമർപ്പിച്ചു അല്ലേ?
യേശുവേ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, വാട്ട് ഈസ് ദാറ്റ് യു വാണ്ട് മീ ടു ഡു എന്ന് അങ്ങോട്ട് ചോദിച്ചു. എല്ലാം സമ്പൂർണ്ണമായി സമർപ്പിച്ചെങ്കിലും പരിശുദ്ധാത്മാവിനാൽ അത് സംഭവിച്ചു. പിന്നെ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നടക്കുന്നുണ്ടെങ്കിലും അനന്യാസ് വന്ന് അവന്റെ കണ്ണിൽ തൊടുന്നു. താഴെ വീഴുന്നു. അവൻ ആത്മപൂർണനായിട്ട് പിന്നെ തീരുകയാണ്. അപ്പോൾ ആദ്യം പ്രാപിച്ചതിൽ നിന്നും ആ അനുഭവത്തിൽ വ്യത്യസ്തമാണ് ഇതെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. 19-ാം അധ്യായം Acts 19 എന്തിനാണെന്ന് ഇതൊന്നുകൂടെ പറയുന്നത്, അത് എണ്ണ വിട്ട് എല്ലാവരുടെയും ഹൃദയത്തിനകത്തുണ്ടായിരിക്കണം. Acts 19 നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മ ഉണ്ടെന്ന് പോലും കേട്ടില്ല. അപ്പോൾ അവർ വിശ്വസിച്ചതിന് ശേഷം ഉള്ള ഒരു അനുഭവമാണ് പരിശുദ്ധാത്മാവ്. അവരെ ശരിയായ സ്നാനം ഏറ്റിട്ട് എന്ത് ചെയ്തു, അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു അന്യഭാഷകൾ അവര് സംസാരിക്കുന്ന കാണുവാനായിട്ട് സാധിക്കും. ഞാൻ ഈ പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് പല രീതിയിലാണ്, പല അളവിലാണ്. ഒരു ഗ്ലൗസ് ഉണ്ടെങ്കിൽ, ഞാൻ എടുക്കാൻ പോകുന്നത് ഗ്ലൗസ് ഉണ്ടെങ്കിൽ ഗ്ലൗസിനകത്ത് കുറച്ച് കൈ കയറ്റി വെച്ചാലും അതിനെ കുറച്ചൊക്കെ ഇങ്ങനെ അനക്കാനൊക്കെ പറ്റും അല്ലേ? പക്ഷേ അത് ഫുള്ളി അത് യൂസ്ഫുൾ അല്ല. നമുക്ക് ഞാൻ ഗ്ലൗസിന് കുറച്ച് ഭാഗം കയറ്റി വെച്ചിട്ട് ലൈബ്രറിയിൽ നിന്ന് പുസ്തകം എടുക്കാൻ നോക്കിയാല് ഇതിനകത്ത് കയ്യിരിപ്പുണ്ട്, പക്ഷെ ഒരു കാര്യം കൂടി ചെയ്യിപ്പിക്കാൻ പറ്റുന്നില്ല. പരിശുദ്ധാത്മാവ് നമ്മളുണ്ടെങ്കിലും പൂർണ്ണമായിട്ടും ഈൽഡ് ചെയ്ത് കൊടുത്തെങ്കിലേ എന്ത് ചെയ്തുള്ളൂ, പൂർണ്ണമായിട്ടും പരിശുദ്ധാത്മാവിന് നമ്മെ നിയന്ത്രിക്കുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്ന ആ സമ്പൂർണ്ണ സമർപ്പണം എന്ന് വേണമെങ്കിൽ പറയാം. ആ സമ്പൂർണ്ണ സമർപ്പണത്തിലാണ് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നമ്മെ ഉപയോഗിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മളൊരു ഗ്ലൗസ് പോലെയാണ്, അതിൽ തന്നെ ശക്തിയില്ല. എന്നാൽ ശക്തിയുള്ള ഒരു കരത്തിലേക്ക് ആ ഗ്ലൗസ് കയറുമ്പോൾ ആ ശക്തിമാൻ എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം ഈ ഗ്ലൗസിലൂടെ ചെയ്യുവാനായിട്ട് കഴിയും. ഇതുപോലെ ആ സർവശക്തനായ പരിശുദ്ധാത്മാവിനെ നമ്മിലേക്ക് പ്രവർത്തിക്കുവാനായിട്ട് പൂർണ്ണമായിട്ടും ഈൽഡ് ചെയ്ത് പരിശുദ്ധാത്മാവിനെ അനുസരിപ്പാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ആത്മാവ് തന്നെ കൊണ്ട്, പരിശുദ്ധാത്മാവിന് നമ്മെ കൊണ്ട് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ശക്തമായി ചെയ്തെടുക്കുവാനായിട്ട് ഇടയായി തീരും. ദൈവത്തെ ബന്ധപ്പെടുത്താം. സ്വത്രം നമുക്ക് ആ കാര്യം നമ്മുടെ ഹൃദയത്തിനകത്തിരിക്കട്ടെ. അപ്പോൾ പരിശുദ്ധാത്മ ആദ്യത്തെ അനുഭവത്തെ പരിശുദ്ധാത്മ സ്നാനം എന്ന് പറയും. ബൈബിളിലെ പരിശുദ്ധാത്മ സ്നാനം ഉണ്ടായ കൊർന്നല്യോസിന്റെ ഭവനത്തില് പ്രാർത്ഥിക്കുന്നവരൊക്കെ ആയിരുന്നെങ്കിലും എന്ത് ചെയ്യുകയാണ്, അവസാനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരുന്നത് കാണുവാനായിട്ട് സാധിക്കും. ഞാൻ പറയുന്നതിന്റെ അർത്ഥം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ആദ്യത്തെ ആത്മസ്നാനത്തിന്റെ അനുഭവം ഒരു പ്രാവശ്യം ഉണ്ടാകുന്നതാണ്. പരിശുദ്ധാത്മ സ്നാനം അന്യഭാഷ അടയാളത്തോടുകൂടെ സ്ഥാപിക്കുന്ന ആദ്യത്തെ അനുഭവത്തെയാണ് ആത്മസ്നാനം എന്ന് പറയും. നമ്മള് വെള്ളത്തിൽ സ്നാനപ്പെടുന്നത് എന്നൊന്നും പിന്നെ സ്നാനപ്പെടണ്ട. ആത്മസ്നാനം പ്രാപിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഇവിടെയുള്ള തട്ടിയും മുട്ടിയും അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി എന്തെങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ സമയമില്ലായിരുന്നു, ബൈബിൾ വായിക്കാൻ സമയമില്ല, പിന്മാറ്റക്കാരനായി പോയി, അല്ലെങ്കിൽ ചെറിയ ചെറിയ കുറവുകളൊക്കെ ജീവിതത്തിൽ വന്നു. ദൈവസമയത്തിന്റെയും നിരപ്പ് പ്രാപിച്ച് കർത്താവിനോട് ഏറ്റു പറഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ച് പിന്നെയും ആത്മാവിനാൽ നിറയപ്പെടുന്ന ഒരു അനുഭവമുണ്ട്. അതിനെയാണ് ആത്മനിറവെന്ന് പറയുന്നത്. അപ്പോൾ ആത്മാവിന്റെ സ്നാനവും ആത്മനിറവും മനസ്സിലായ വ്യത്യാസം. ആത്മസ്നാനം ഒരിക്കലായിട്ട് നടക്കുന്നു. എന്നാൽ പിന്നെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആത്മാവ് നിറഞ്ഞ് കുറയുന്നതിനനുസരിച്ച് നിറഞ്ഞു നിൽക്കുന്നത് ആത്മനിറവ് എന്ന് പറയുന്നു. ആത്മാവ് നിറഞ്ഞവരായി പിന്നെയും ആത്മാവിൽ നമ്മൾ നിറഞ്ഞുകൊണ്ടേയിരിക്കണം. അപ്പോൾ ആത്മാവ് നിറയുമ്പോൾ ആത്മസ്നാനത്തിൽ ലഭിച്ച അതേ അനുഭവം ചിലപ്പോൾ വന്നിരിക്കും. പക്ഷെ ആദ്യത്തെ അനുഭവത്തെയാണ് ആത്മസ്നാനം എന്ന് പറയുന്നത്. പിന്നീടുള്ളത് ആത്മനിറവാണ്. എന്താ പറഞ്ഞ അഭിഷേകം എന്ന് പറയുന്നത്? അഭിഷേകം എന്ന് പറയാറുണ്ടല്ലേ? അഭിഷേകം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ടാസ്കിന് വേണ്ടി പ്രത്യേകാല് അനോയിന്റ് ചെയ്യുന്നതായ ഒരു അനുഭവം. അത് എണ്ണ ഒഴിക്കുന്നതാണ് പഴയ നിയമത്തിൽ കാണുന്ന അഭിഷേകം എന്ന് പറയുന്നത്. ആ എണ്ണ ഒഴിച്ച് ഒരു പ്രോഫറ്റിക് മിനിസ്ട്രിക്ക് വേണ്ടി എണ്ണ ഒഴിച്ച് ശുശ്രൂഷയ്ക്ക് വേർതിരിക്കുന്നു. അല്ലെങ്കിൽ ശൗലിന്റെ നിലയില് ശമൂവേൽ എന്ത് ചെയ്യാണ്, ആ എണ്ണ പാത്രം എടുത്തൊഴിച്ച് രാജാവായിട്ട് അഭിഷേകം ചെയ്യാണ്. പിന്നീട് ദാവീദിന്റെ പേരും ഓക്കെ. അപ്പോൾ പല പ്രവാചകന്മാരും പലരെയും അഭിഷേകം ചെയ്തു അല്ലെ? യേഹൂവിനെ അഭിഷേകം ചെയ്ത് വിട്ടു. എന്തിനു വേണ്ടിയാണ് യേഹൂവിനെ അഭിഷേകം ചെയ്ത് വിട്ടത്?
ആ പാവം എലിയാവിനെ എതിരെ ചില ദൂതുകൾ കൊടുത്ത് പേടിപ്പിച്ച് ഓടിപ്പിച്ച് കൊണ്ടുപോവുകയാണ്. എന്നാൽ ഏലിയാവിന്റെ പേരിൽ ഒരു അഭിഷേകം ഉണ്ടായിരുന്നു. അത് നേരിട്ട് ചെന്ന് ആഹാബിനെ തകർക്കുവാനല്ലായിരുന്നു, പക്ഷേ വേറൊരു ഏലിയാവിന് ശിഷ്യനായിട്ട് ആരെ അങ്ങോട്ട് അഭിഷേകം ചെയ്തു വിട്ടു? എലീശായെ അഭിഷേകം ചെയ്തു വിട്ടു. അതുപോലെ തന്നെ യേഹൂവിനെയും എന്ത് ചെയ്യുകയാണ്? അഭിഷേകം ചെയ്തു വിടുകയാണ്. ആ യേഹൂ ചെന്ന് ആഹാബ് ഗ്രഹത്തെ മുഴുവനും, ആഹാബ് അല്ലാതെ പോയി, പിന്നെ ഉണ്ടായിരുന്ന ഇസബേൽ ആ ഗ്രഹത്തെ മുഴുവനും നശിപ്പിക്കുകയാണ് ആ അഭിഷേകം. നമുക്കെതിരെ നിൽക്കുന്നതായ ആ പൈശാചിക ശക്തികള്, ആ സ്തോത്രം, ഈ അഭിഷേകം മുഖാന്തരമായിട്ട് നമ്മെ തകർക്കുവാൻ വരുന്ന അന്ധകാര ശക്തികളെ തകർക്കുവാനുള്ള അഭിഷേകമാണ് അവിടെ വ്യാപരിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. സ്തോത്രം. അപ്പോൾ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അഭിഷേകം ചെയ്യുന്നത്. അപ്പോൾ വേറെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് ആർമിയിൽ ചേരുമ്പോൾ നമുക്ക് കിട്ടുന്നതായ ഒരു പൊസിഷൻ, നമുക്ക് അതിനകത്ത് ചേർന്നു, നമുക്കൊരു യൂണിഫോം ഒക്കെ കിട്ടി, പിന്നെ നമ്മുടെ ആർമിയിലായി. അതാണ് ഈ ആത്മസ്നാനം എന്ന് പറയുന്നത്. എന്നാൽ അതിനകത്തുനിന്ന് ഒരു സ്പെസിഫിക് കാര്യം ചെയ്യാൻ വേണ്ടി പ്രത്യേക ട്രെയിനിങ്ങും കൊടുത്ത് അതിനുള്ളതായ വെപ്പൺസും കൊടുത്ത് എക്വിപ്പാക്കി ആ വിഷയത്തിന് വേണ്ടി വിടുന്നതാണ് എന്തുവാന്ന് പറയുന്നത്? അനോയിന്റിങ് എന്ന് പറയുന്നത്. അനോയിന്റിങ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് കാര്യത്തിന് വേണ്ടി അപ്പോയിന്റ് ചെയ്യുന്നതാണ് അനോയിന്റിങ്. അതിനെന്താ പറയുന്നത്? അഭിഷേകം. ആ ഒരു വാക്കിൽ നിന്നാണ് ക്രിസ്റ്റോസ് എന്നുള്ള വാക്ക് വന്നത്, ക്രിസ്തു എന്നുള്ള വാക്ക് വന്നത്. ഗ്രീക്കില് ക്രിസ്റ്റോസ് എന്നും, പിന്നെ എബ്രായ ഭാഷയില് മെസ്സയ്യ എന്നുള്ള വാക്ക്, മെസ്സിഹ എന്നുള്ളതെല്ലാം സെയിം ആണ്. മെസ്സയ്യ, പിന്നെ ക്രിസ്റ്റോസ്, അതിന് ക്രൈസ്റ്റ് വന്നു, മറ്റേത് മഷിഹ എന്ന് പറഞ്ഞു. ഇതെല്ലാം ഒന്ന് തന്നെയാണ്. എന്തുവാ? ഒരു അനോയിന്റിങ്, ഒരു സ്പെസിഫിക് ടാസ്കിന് വേണ്ടി അനോയിന്റിച്ചു. യേശുവിന് അറിയാമായിരുന്നു തന്നെ എന്തിനു വേണ്ടിയാണ് അയച്ചിരിക്കുന്നത്. നിങ്ങളത് വായിച്ചു നോക്കിക്കേ. 61:1-2-3 വാക്യം വായിച്ചു നോക്കിക്കേ. എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവയായ കർത്താവിന്റെ ആത്മാവ്. ആമേൻ. ഇതേ വാക്യം എടുത്താണ് ഉദ്ധരിച്ച് യേശുവിന്റെ സ്വന്തം സ്ഥലമായ നസറേത്തിലെ പള്ളിയിലെ സിനഗോഗില് ആദ്യമായിട്ട് പരീക്ഷയെല്ലാം കഴിഞ്ഞ് വന്ന്, പിശാചിന്റെ പരീക്ഷയെല്ലാം കഴിഞ്ഞ് ആത്മാവിന്റെ ശക്തിയോട് വന്ന് തുറന്ന് വായിക്കുന്ന ഭാഗം. അത് നമ്മെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്തിരിക്കുന്നതിന് വേണ്ടിയാ. എളിയവരോട് സദ്വർത്തമാനം ഘോഷിക്കുവാൻ വേണ്ടിയാണ്. പിന്നെ ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുവാനും. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച ഒരു വ്യക്തി സംസാരിക്കുമ്പോൾ ഹൃദയം തകർന്നിരിക്കുന്നവർക്ക് മുറിവ് കെട്ടുന്ന ഒരു അനുഭവം ഉണ്ടാകും. പിന്നെ തടവുകാർക്ക് വിടുതല്. പലവിധമാകുന്ന തടവുകളുണ്ട്, മാനസികമായ ബന്ധനമുണ്ട്. പലവിധമാകുന്ന തടവുകൾ ഇരിക്കുന്നവർക്ക് ഈ അഭിഷേകം വിടുതലയക്കുന്ന അഭിഷേകമാണ്. സ്തോത്രം. ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യവും അറിയിപ്പാനും. പിന്നെ യഹോവയുടെ പ്രസാദ വർഷവും അവിടെ വെച്ച് കർത്താവ് നിർത്തി. ആ പ്രവചനം മുറിച്ചു. യഹോവയുടെ പ്രസാദ വർഷവും എന്ന് മാത്രം പറഞ്ഞുള്ളൂ. കാര്യം അന്നേരം യേശു വന്നത് പ്രസാദ വർഷം അറിയിക്കാനാണ്. പ്രതികാല ദിവസം അറിയിക്കാൻ ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. അതുകൊണ്ട് അവിടെ വെച്ച കട്ട് ചെയ്ത് അവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ എന്തുവാണ്? പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെ ഒക്കെയും ആശ്വസിപ്പിക്കാനും. പരിശുദ്ധാത്മാവിന്റെ ആ അഭിഷേകത്തിനകത്ത് ദുഃഖിതന്മാർക്ക് ആശ്വാസമുണ്ട്. അഭിഷേകം പ്രാപിക്കുന്ന ദുഃഖിതന്മാർക്കും അത് ആശ്വാസമാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. സിയോനിലെ ദുഃഖിതന്മാർക്ക് ചില എക്സ്ചേഞ്ച് നടത്തിയിട്ടുണ്ടോന്നറിയാം. എക്സ്ചേഞ്ച്. വെണ്ണീരിന് പകരം അലങ്കാരമാല. വെണ്ണീരെപ്പോഴായിരുന്നത്? വെണ്ണീരെടുത്തപ്പോഴേ ഏറ്റവും ദുഃഖം വരുമ്പോഴാണ് ആഷസ് ദേഹത്ത് വാരി പൂശി ദുഃഖത്തോടെ ഇരിക്കുന്നത്. അല്ല, അതിന് പകരമായിട്ട് അലങ്കാരമാല ഇടുന്നത് എപ്പോഴാ? ഏറ്റവും സെലിബ്രേറ്റ് ചെയ്ത സമയത്താണ്, അല്ലേ? ആ ഏറ്റവും ദുഃഖത്തിലായിരിക്കുന്ന അനുഭവത്തെ മാറ്റി ഒരു സന്തോഷത്തിന്റെ അനുഭവത്തിലേക്ക് ഒരു എക്സ്ചേഞ്ച് ഈ അഭിഷേകം നൽകുകയാണ്. ദുഃഖത്തിന് പകരം ആനന്ദ തൈലം. സ്തോത്രം. കൂട്ടുകാരൻ പരമായി ചെയ്യട്ടെ. ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാകുന്ന ആ തൈലമുണ്ടല്ലോ, ആനന്ദത്തിന്റെ തൈലമാണ്. ഏതെല്ലാം ദുഃഖങ്ങളുണ്ടെങ്കിലും ഭാരമുണ്ടെങ്കിലും താങ്ങുവാനാവാത്ത വിഷയമുണ്ടെങ്കിലും ആമേൻ, അതിന് പകരമായിട്ട് അഭിഷേകം
ദൈവത്തിന്റെ ശക്തി വരുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം ആനന്ദം പറഞ്ഞറിയിക്കുവാനായിട്ട് കഴിയുകയില്ല. സ്തോത്രം. നിങ്ങൾക്കൊരു പക്ഷേ TS ബാലൻ സാറിനെ കുറിച്ച് പലരും കേട്ടിട്ടുണ്ടായിരിക്കും. എത്ര പേര് കേട്ടു TS ബാലൻ? കേട്ടിട്ടുണ്ട്. TS ബാലൻ സാറ് ഹൈന്ദവരായിരുന്നു, നായരായിരുന്നു. രക്ഷിക്കപ്പെട്ടത് അപ്പോൾ എന്തൊക്കെ ചെയ്തെന്നുള്ളതിനെ കുറിച്ചല്ല പറയാൻ പറഞ്ഞത്. വളരെ കഴിവുള്ള ഒരു ബത്തറയിലെ ബത്തറയ്ക്ക് അടുത്തുള്ളതായ സ്ഥലത്താണ് ഹൈ റേഞ്ചില് അദ്ദേഹം രക്ഷിക്കപ്പെടാൻ ഇടായ ഒരു കാര്യം. അവര് കാലിഫോർണിയയിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് ഒത്തിരി വർഷം. പക്ഷെ ഇവിടെ വെച്ച് അവര് ഒരു ദിവസം ആ അമ്മാമ്മ ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോയി. ഈ ബാലൻ അന്ന് ചെറിയ ഡിഗ്രിക്കോ എങ്ങാണ്ട് പഠിക്കുന്ന സമയമാണ്. അവിടെ ചായക്കടയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ പോകുന്ന വഴിക്ക് ഈ അമ്മാമ്മ പോയത് പുള്ളി കണ്ടു. എന്നാൽ അന്ന് അമ്മാമ്മ അവിടെ വെച്ച് അഭിഷേകം പ്രാപിച്ചിട്ട് തിരിച്ച് ഉച്ചയ്ക്ക് വരുന്നത് കണ്ടപ്പോൾ അമ്മാമ്മയോട് ചോദിച്ചു, അമ്മാമ്മയ്ക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അതുപോലെ മുഖം പ്രകാശിച്ചുകൊണ്ടാണ് വരുന്നത്. അങ്ങോട്ട് പോയപ്പോൾ വളരെ ദുഃഖത്തോടെ മ്ലാനവദനയായിട്ട് പോയ ആ അമ്മാമ്മ തിരിച്ചു വന്നപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷത്തോടെ പ്രകാശത്തോടെ വരുന്നത് കണ്ടപ്പോൾ ആ നായർ പയ്യൻ തന്റെ ഹൃദയത്തിനകത്ത് ഒരു ചിന്ത, ഇതെങ്ങനെ ഇത്രയും ഭയങ്കര വ്യത്യാസം ഉണ്ടായെന്ന് ചോദിച്ചു. അമ്മ ഞാനിന്ന് അഭിഷേകം പ്രാപിച്ചു. സ്തോത്രം. അന്നേരമാണ് പുള്ളിക്കാരന് ഇതിലെന്തോ കാര്യമുണ്ടെന്ന് മനസ്സിലാകുകയും അങ്ങനെയാണ് ഈ വിശ്വാസത്തിലേക്ക് വരുവാനുള്ള ആദ്യത്തെ പടി താൻ വെക്കുവാനായിട്ട് ഇടയായിട്ട് ഞാൻ പറയാൻ വന്നത്. പരിശുദ്ധാത്മാവിന്റെ ആ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ ശരിയായ രീതിയിൽ വരുമ്പോൾ വലിയ വലിയ എക്സ്ചേഞ്ചുകളാണ് നടക്കുന്നത്. ദുഃഖിതന്മാർക്ക് വെണ്ണീതിന് പകരം എന്താ? അലങ്കാരമാല. പിന്നെ ദുഃഖത്തിന് പകരം ആനന്ദ തൈലം. വിഷണ്ണ മനസ്സ്, വിഷണ്ണമായിരിക്കുന്ന അതിന് പകരമായിട്ട് സ്തുതി എന്ന മേലാടയും, ദൈവത്തെ സ്തുതിക്കുന്ന ആരാധിക്കുന്ന ഒരു മേലാടയും കൊടുപ്പാനും അവരെന്നെ അയച്ചിരിക്കുന്നു. ഇന്നും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വരുമ്പോൾ ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കരമേർ ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ ഒരു എക്സ്ചേഞ്ചിന് വേണ്ടി സ്തോത്രങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ആത്മാവിന്റെ അത്യന്തമായ ശക്തി കർത്താവ് രാത്രി എന്റെ മേൽ പകരണമേ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാൽ മതി. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവനായ ദൈവമാണ്. സ്തോത്രം. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഭംഗിയായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നതാണ്. ഒന്ന്, ആത്മസ്നാനം എന്ന് പറയുന്നത് എന്താണ്? ആത്മനിറവ് എന്ന് പറയുന്നത് എന്താണ്? പിന്നെ എന്തുവാ? അഭിഷേകം എന്ന് പറയുന്നത് എന്തുവാണ്? ഞാൻ ഈ പറയുന്ന ആർക്കെങ്കിലും മനസ്സിലായോ? ആർക്കെങ്കിലും മനസ്സിലായെങ്കിൽ ഒന്ന് പറയാമോ? എന്താണ് ആത്മസ്നാനം എന്ന് പറയുന്നത്? ആർക്കെങ്കിലും മനസ്സിലായോ? എന്തുവാണ്? അന്യഭാഷ അടയാളത്തോടുകൂടെ ആദ്യമായിട്ട് നമ്മൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമ്പോൾ അതിനെ ആത്മസ്നാനം എന്ന് പറയുകയാണ്. ആത്മസ്നാനം പ്രാപിച്ച ഒരു വ്യക്തി പിന്നെയും 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 ആത്മാവിൽ നിറഞ്ഞുകൊണ്ടിരിക്കണം. അതിനെ ആത്മനിറവെന്ന് പറയുന്നു. കൂട്ടായ്മയില്ലാതെ വരുമ്പോൾ ഒക്കെ ആത്മാവിന്റെ നിറവ് നഷ്ടപ്പെട്ടു പോകും. അത് പിന്നെയും പിന്നെ നിറഞ്ഞ് നിൽക്കണം. നിറഞ്ഞ് കവിയുന്ന ഒരു അനുഭവത്തിൽ നിൽക്കണം. അത് ആത്മനിറവ്. നമ്മൾ ഒരുമിച്ച് വന്നു, കൈയടിച്ച് പാടി, ചിലപ്പോൾ ഭയങ്കര ക്ഷീണത്തോടെ ആയിരിക്കും നമ്മൾ വരുന്നത്. പക്ഷെ എല്ലാവരും ആത്മാവ് നിറയുമ്പോൾ നമുക്കും പഴയ ആത്മാവിന് ചൈതന്യം വരും. ആത്മാവ് തീ കത്തും പോലെ നമ്മുടെ ഹൃദയത്തിനകത്ത് കത്തും. വന്നതുപോലെയല്ല, ഒരു കത്തിലൂടെ നമ്മൾ മടങ്ങി പോകുവാനായിട്ട് ഇടയായിത്തീരാൻ നിറഞ്ഞുകൊണ്ടിരിക്കണം. വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെ, കൂട്ടായ്മയിലൂടെ നിറഞ്ഞിരിക്കുക. അഭിഷേകം എന്ന് പറയുന്നത് എന്തുവാണ്? ചേരുന്നത് ഒരു സെക്ഷൻ. അതിനുശേഷം ഏതെങ്കിലും ഒരു സ്പെസിഫിക് ടാസ്കിന് വേണ്ടി അതിനുള്ളതായ ട്രെയിനിങ് ലഭിച്ച് അതിനു വേണ്ടിയുള്ളതായ വെപ്പൺസും കിട്ടി അതിനു വേണ്ടി പോകുന്നതാണ് അനോയിന്റിങ് എന്ന് പറയുന്നത്. അനോയിന്റിങ് ഇതിനകത്തുള്ളതാണ്. പക്ഷേ അത് വേറൊരു വിഷയത്തിന് വേണ്ടി അനോയിന്റ് ചെയ്യുകയാണ്. ചിലരെ ടീച്ചിങ്ങിന് വേണ്ടി അനോയിന്റ് ചെയ്യും, ചിലരെ ഓരോ വിഷയത്തിനായിട്ട് ഈ കർത്താവ് അനോയിന്റ് ചെയ്തയക്കും. ആ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ മനസ്സിനകത്ത് ഇരിക്കേണ്ടത് ആവശ്യമാണെന്ന് പറയാൻ കാര്യം, ഇതൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന പദങ്ങളായതുകൊണ്ട് ആണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ആത്മ സ്നാനം എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ആ ഒരു കാര്യത്തിൽ നമ്മൾ ആത്മ സ്നാനം എന്ന് പറയണം, മറ്റൊന്നിന് ആത്മനിറവെന്ന് പറയണം. ആ കാര്യം നമ്മുടെ ഹൃദയത്തിനകത്തിരിക്കട്ടെ. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടന്നു വരാം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്തുവാണ്? ആത്മീയ വരങ്ങൾ. അതിനൊരു ഇൻട്രൊഡക്ഷൻ പറയാം. ആത്മീയ വരങ്ങൾ എന്ന് പറയുന്നത് നാച്ചുറൽ ടാലൻസ് എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ്. നാച്ചുറൽ ടാലൻസ് എന്ന് പറയുന്നത് എന്തുവാണ്? ഒരു വ്യക്തിക്ക്
രണ്ടും ദൈവം കൊടുക്കുന്നതാണ്. ഒരു വ്യക്തിക്ക് ജനിക്കുമ്പോൾ തന്നെ ലഭിക്കുന്ന ടാലന്റുകളോ അല്ലെങ്കിൽ വളർന്നു വരുമ്പോൾ ട്രെയിനിങ്ങിലൂടെ ലഭിക്കുന്നതായ കഴിവുകളോ ആണ് നാച്ചുറൽ ടാലൻസ്. എന്നാൽ കൃപാവരങ്ങൾ, ആത്മവരങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെ ലഭിക്കുന്നതല്ല. പരിശുദ്ധാത്മാവ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മസ്നാനം പ്രാപിച്ചവർക്ക് ആത്മാവ് പകർത്തു കൊടുക്കുന്നതായ ചില കഴിവുകളാണ് എന്തുവാണ്? ആത്മവരങ്ങൾ. അപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത് നാച്ചുറൽ ടാലന്റ് ആണോ ആത്മവരമാണോ എന്ന് നമുക്ക് അന്വേഷിക്കണം, കണ്ടുപിടിക്കണം, അല്ലേ? അപ്പോൾ നാച്ചുറൽ ടാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചില പിള്ളേർക്ക് പടം വരയ്ക്കാൻ നല്ല കഴിവുണ്ട്. അവർക്ക് അത് സുവിശേഷത്തിന് വേണ്ടി ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും. നല്ല മനോഹരമായ ധാരാളം ട്രാക്റ്റുകൾ, ധാരാളം ക്രിസ്ത്യൻ കാർട്ടൂൺസ് പോലെ സുവിശേഷം അവതരിപ്പിക്കുന്ന രീതികൾ ഇതൊക്കെയുണ്ട്. എന്നാൽ അത് കൃപാവരത്തിന്റെ കൂട്ടത്തിലുള്ളതല്ല, അത് നാച്ചുറൽ ടാലൻസ് ആണ്. പാടാനായിട്ടുള്ള കഴിവ്, പാടാനുള്ള കഴിവ് നമുക്ക് വിശ്വാസികൾക്കുമുണ്ട്, ലോകജാതികൾക്കുമുണ്ട്. അത് നാച്ചുറൽ ടാലന്റ് ആണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന നാച്ചുറൽ ടാലൻസും ദൈവസന്നിധി കണക്ക് കൊടുക്കേണ്ടതാണ്. അത് നമ്മൾ ഓരോ ദിവസവും വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം, ദൈവരാജ്യത്തിന്റെ മഹത്വത്തിനായിട്ട് ഉപയോഗിക്കണം. എന്നാൽ അത് കൃപാവരമല്ല, ആത്മവരമല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ എഴുതാറുള്ള കഴിവ്, പിന്നെ ഒന്ന് ഡിസൈൻ ചെയ്യാനുള്ള കഴിവ്, മ്യൂസിക്കിനുള്ള കഴിവ്, ഇതെല്ലാം നാച്ചുറൽ ടാലൻസ് ആണ്. മനസ്സിലായോ? പ്രസംഗിക്കാനുള്ള കഴിവ്, പഠിപ്പിക്കാനുള്ള കഴിവ് നാച്ചുറൽ ടാലൻസും ആകാം. മറ്റേ കൃപാവരത്തിന്റെ ഞാൻ പറഞ്ഞുതരാം. ഞങ്ങളുടെ സ്ഥലത്ത് ഒരു 8-9-10 വയസ്സുള്ള പെൺകുട്ടിയുണ്ട്. അവള് കമ്മ്യൂണിസ്റ്റിന് വേണ്ടി കയറി നിന്ന് പ്രസംഗിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ ഏത് മനുഷ്യനും കേട്ടിരുന്ന് പോകും. അതുപോലെ സൂപ്പറായിട്ട് അവള് കാണാതെ ഒന്നും പഠിച്ചല്ല, നല്ല ഭാഷയില് നല്ല പോലെ അവതരിപ്പിച്ച കൊച്ചു അവളെ പ്രസംഗിക്കും. അവളൊരു ഹൈന്ദവ പെൺകുട്ടിയാണ്. അത് നാച്ചുറൽ ടാലന്റ് ആണ്, പരിശുദ്ധാത്മാവിന്റെ ഒരു കൃപാവരമോ ആത്മവരമോ അല്ല. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഭംഗിയായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ എപ്പോഴാണ് നമുക്ക് ആത്മവരം ലഭിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവിന്റെ സ്നാനം നമ്മൾ പ്രാപിച്ചു കഴിയുമ്പോൾ എന്ത് ചെയ്യുകയാണ്? ആ കൃപാവരം നമുക്ക് ആത്മവരങ്ങൾ പ്രാപിക്കുവാനായിട്ട് ഇടയായിത്തീരും. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ ആദ്യമായിട്ട് പറഞ്ഞത്. നാച്ചുറൽ ടാലൻസ്, അതിന്റെ സോഴ്സസ്, അത് വർദ്ധിപ്പിക്കുന്നത് എങ്ങനെയാണ്? അത് വർദ്ധിപ്പിക്കുന്നത് നമുക്ക് ട്രെയിനിങ്ങിലൂടെ വർദ്ധിപ്പിക്കാം, പ്രാക്ടീസ് ചെയ്ത് വർദ്ധിപ്പിക്കാം. അങ്ങനെയുള്ള നാച്ചുറൽ ടാലൻസിന് വർദ്ധിപ്പിക്കാം. എന്നാൽ ആത്മവരം വർദ്ധിപ്പിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ആമേൻ കർത്താവിനെ ആശ്രയിക്കുകയും പിന്നെ കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനായിട്ട് ഉപയോഗിക്കുകയും വിശ്വാസത്തോടെ ആ വരങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുമ്പോഴാണ് ആ വരങ്ങൾ ദൈവരാജ്യത്തിന് പ്രയോജനമാകുന്നത്, അത് വർദ്ധിച്ചു വരുന്നതും. സ്തോത്രം. അതിന് തിമോഥെയോസിന് പറയുമ്പോൾ എന്റെ കൈവയ്പിനാൽ നിന്നിൽ പകർന്നിരിക്കുന്ന ആത്മാവരം എന്ത് ചെയ്യണം? നീ ജ്വലിപ്പിക്കണം. ഫാൻ ഇൻടു ഫ്ലെയിം എന്നാണ് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? ഇങ്ങനെ അടിച്ചടിച്ച് കുറെ സമയം ഇരിക്കുമ്പോൾ അടുപ്പിൽ എന്ത് ചെയ്യും? അണഞ്ഞണഞ്ഞു വരുന്നതാണെങ്കിൽ കത്തി ജ്വലിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നതായ ഒരു ആത്മവരം നമ്മൾ ഉപയോഗിക്കുന്നില്ല എങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും മങ്ങി താഴോട്ട് പോകുവാനായിട്ട് ഇടയായിത്തീരും. എന്നാൽ അത് കത്തി ജ്വലിക്കണമെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ടേയിരിക്കണം. നമുക്കൊക്കെ എന്തൊക്കെ വരങ്ങളുണ്ട് എന്നൊക്കെ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ബൈബിളിലേക്ക് അതിനെ തിരിയാം. 1 പത്രോസിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കിക്കേ. 7 ആദ്യം വായിച്ചു, 7 തൊട്ട് നമുക്ക് വായിക്കാം. 1 പത്രോസ് 4:7. എന്നാൽ എല്ലാറ്റിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. അടുത്ത സ്നേഹം പാപം കൊണ്ട് ബഹുത്വത്തെ മറിക്കുന്നു. പിറുപിറുപ്പും കൂടാതെ തമ്മിൽ അതിഥി സൽക്കാരം ആചരിപ്പീൻ. ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരകന്മാരായി അതിനെ കൊണ്ട് അന്യോന്യം
ശുശ്രൂഷിപ്പീൻ. അവിടെ എഴുതിയിരിക്കുന്ന കണ്ടോ, കർത്താവിന്റെ വരവേറ്റ് അടുത്തത് കൊണ്ട്, എല്ലാറ്റിനും അവസരം സമീപിച്ചത് കൊണ്ട് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം, നിർമ്മതരായിരിക്കണം, ഉണർന്നിരിക്കണം, പിന്നെ ഉച്ച സ്നേഹമുള്ളവരായിരിക്കണം, പിന്നെ അതിൽ സർക്കാരായിരിക്കുന്നവരായിരിക്കണം. അടുത്ത് പറഞ്ഞിരിക്കുന്ന ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ പിന്നെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരകന്മാരായി അതിനെ കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പി. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ദൈവകൃപ തന്നിരിക്കുന്നത്? അന്യോന്യം ശുശ്രൂഷിക്കേണ്ടതിന് വേണ്ടിയാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർപ്പിച്ച ഒരു കാര്യം, ദൈവത്തിന്റെ ആത്മാവിന്റെ ഫ്രൂട്ട്, ആ ഫലം ഏറ്റവും പ്രധാനമാണ്. വരവും പ്രധാനമാണ്. എന്നാൽ വരത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പ്രധാന ചാപ്റ്റേഴ്സ് 1 കൊരിന്ത്യർ 12-14 അല്ല, അതിന് ഒത്ത നടുവില് സ്നേഹത്തിന്റെ ചാപ്റ്റർ വെച്ചിട്ടുണ്ട്. കാരണം സ്നേഹമില്ല എങ്കിൽ ഈ വരങ്ങൾ എന്തെല്ലാം വരങ്ങൾ ഉപയോഗിച്ചാലും അതൊന്നും പ്രയോജനമില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. സ്നേഹമാണ്, അല്ലെങ്കിൽ സ്നേഹമാണ് ഒന്നാമത്തെ ഫലം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഫലം എന്ന് പറയുന്നത് ഒന്നായിട്ട് ഒറ്റ പറഞ്ഞിരിക്കാമോ? ഫലങ്ങളെന്നല്ല, ഫലം ഒന്ന് മാത്രമേ ഉള്ളൂ. ആരെല്ലാം ദൈവസഭയുടെ അംഗങ്ങളാണോ അവർക്കെല്ലാവർക്കും എന്തോ വേണം? ആത്മാവിന്റെ ബലം ഉണ്ടായിരിക്കണം. ആത്മാവിന്റെ ബലം എന്ന് പറയുമ്പോൾ ആ 9 ഐറ്റംസ് നമ്മൾ പ്രത്യേകം പഠിച്ചു. അതിലെ ഒന്നാമത്തെ സ്നേഹം. സ്നേഹത്തിനകത്ത് ബാക്കിയുള്ള എല്ലാ ഐറ്റവും ഉണ്ട്. സ്നേഹത്തിനകത്ത് വിശ്വസ്തതയുണ്ട്, പിന്നെ നിർവ്യാജ സ്നേഹത്തിനകത്ത് വിശ്വസ്തതയുണ്ട്, പരോപകാരമുണ്ട്, ബാക്കിയുള്ള എല്ലാം ഉണ്ട് അല്ലെ. ഇന്ദ്രിയജയമുണ്ട്, സൗമ്യതയുണ്ട്, എല്ലാം ആ സ്നേഹത്തിനകത്തുണ്ട്. അതുകൊണ്ടാണ് സ്നേഹം എടുത്ത് പറഞ്ഞിട്ട് സ്നേഹത്തിന്റെ ഒരു ചാപ്റ്റർ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഈ ആത്മവരങ്ങൾ ഒക്കെ നിന്നുപോകും, എന്നാല് ആത്മാവിന്റെ ബലം നിലനിൽക്കും. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ആത്മാവിന്റെ ബലമാണ് എന്നേക്ക് നിലനിൽക്കുന്നത്. ആത്മവരമെല്ലാം എന്ത് ചെയ്യും? കുറെ കഴിയുമ്പോൾ നിന്നു പോകുന്നതാണ്. ആത്മവരം കൊണ്ട് നമുക്ക് ദൈവസന്നിധി ചെല്ലാൻ പറ്റത്തില്ല. ആത്മാവിന്റെ ബലം ഉണ്ടെങ്കിൽ ദൈവസന്നിധി ചെല്ലുവാനായിട്ട് കഴിയുള്ളൂ. ആത്മാവിന്റെ ബലത്തോടുകൂടെ ആത്മവരം ഉപയോഗിക്കണം. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ദൈവസന്നിധിയിൽ ഫലകരമായി തീരുവാൻ കഴിയുള്ളൂ. അപ്പോൾ ഇന്ന് ധാരാളം ആത്മവരങ്ങൾ ഉപയോഗിക്കുന്നവരുണ്ട്. ഇല്ലാത്ത വരം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി വെമ്പൽ കൊണ്ട് വളരെ തന്ത്രങ്ങൾ കാണിക്കുന്നവരുണ്ട്. അവിടെ നിന്നും ഒക്കെ ആർട്ടിഫിഷ്യൽ രോഗികളെ കൊണ്ടുവന്ന് ഓരോ കാര്യങ്ങൾ എന്ന് പറയും. ഇതേ രോഗി തന്നെ വേറൊരു മീറ്റിംഗ് ഒത്തിരി കാര്യങ്ങൾ ആത്മവരം ഉണ്ടെന്ന് കാണിക്കുവാനായിട്ട് ഈ ലോകത്തിൽ നടക്കുന്നുണ്ട്. സ്തോത്രം. നമ്മൾ വളരെ ഭയത്തോടെ ചിന്തിക്കേണ്ട വിഷയങ്ങളാണിത്. കർത്താവ് തന്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അന്യോന്യം ശുശ്രൂഷിക്കേണ്ടതിന് പണം ഉണ്ടാക്കാനല്ല, സ്തോത്രം, തന്നെത്താൻ നിഗളിക്കുവാനോ സ്വാർത്ഥരാകുവാനോ അല്ല, വിനയത്തോടുകൂടെ കർത്താവാണ് എനിക്ക് ഇത് തന്നിരിക്കുന്നത്, ദാനമോ എനിക്ക് ലഭിച്ചതാണ് ഈ കൃപ, ഇത് ദാനമോ ഞാൻ ശുശ്രൂഷിക്കുന്നത് പറഞ്ഞുകൊണ്ട് വിനയത്തോടുകൂടി ആരെല്ലാം ശുശ്രൂഷിക്കുന്നുണ്ടോ അവര് ദൈവസന്നിധി വലിയവരായിരിക്കും. ഇവിടെ എത്ര വലിയവരായാലും എത്ര വലിയവരായി നമ്മെ കാണിച്ചാലും മറ്റുള്ളവരെ കൊണ്ട് കാണിപ്പിച്ചാലും ദൈവസന്നിധിയിൽ അവിടെ 0 ആയി പോകുമെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ സ്വഭാവമാണ് ഏറ്റവും പ്രധാനം. ക്രിസ്തുവിനോട് അനുരൂപരായി തീരുകയാണ് നമ്മൾ. കർത്താവിന്റെ ആ സ്വഭാവത്തോട് ആ ഫലം പുറപ്പെടുവിക്കുമ്പോൾ ആകുകയാണ്. അതോടുകൂടെ ഈ വരവും കൂടെ ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് ഫലകരമായി തീരുവാനായിട്ട് ഇടയായി തീരുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ വിഷയങ്ങൾ പഠിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്ത് ആ ചിത്രം ഉണ്ടായിരിക്കണം. സ്വഭാവരങ്ങളെ നമ്മൾ ദാഹിക്കുമ്പോൾ തന്നെ അതിനേക്കാളും പ്രധാനമായിട്ട് ഈ ഫലം, ഒറ്റ ഫലം. എല്ലാവർക്കും എല്ലാ ഫലത്തിന്റെ അല്ലിയും വേണം. ഫലത്തിന്റെ എല്ലാ അല്ലികളും സകല മനുഷ്യർക്കും വേണം. കൃപാവരങ്ങൾ ആത്മാവിച്ഛിക്കുന്നത് പോലെ ഓരോരുത്തർക്കായിട്ട് പകുത്തു കൊടുക്കുകയാണ്. എല്ലാവർക്കും എല്ലാ വരവുകളും കിട്ടിയത് വരികയില്ല. അത് ലഭിച്ചിരിക്കുന്ന വരം ഉപയോഗിച്ച് അന്യോന്യം ശുശ്രൂഷിക്കണം. ഇനി നമുക്ക് വളരെ വേഗത്തിൽ ഏതൊക്കെയാണ് ഫലം എന്നുള്ള ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം. വളരെ വേഗത്തിൽ നമുക്ക് അത് കാണുവാനായിട്ട് കഴിയുന്നത് 1 കൊരിന്ത്യർ
12-ാം അധ്യായത്തിലും റോമർ 12-ാം അധ്യായത്തിലും എഫേസ്യർ 4-ലുമാണ് ഈ 3 ഭാഗങ്ങൾ നമ്മൾ ഭംഗിയായിട്ട് ഓർത്തിരിക്കണം. എവിടെയൊക്കെയാണ്? 1 കൊരിന്ത്യർ 12, റോമർ 12, പിന്നെ എഫേഷ്യൻസ് 4. ഇതാണ് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഈ പത്രോസിന്റെ അവിടെ 1-2 എണ്ണം പറഞ്ഞിട്ടുണ്ട്, നേരത്തെ വന്നത് തന്നെയാണ്. അതുകൊണ്ട് റെപ്പറ്റീഷൻ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ 3 ഭാഗങ്ങളും പറയുന്നത്. കുഞ്ഞുങ്ങളെല്ലാം ഓർക്കുന്നുണ്ടോ? നമ്മൾ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ മറന്നു പോലതൊന്നും എന്തുമായിരുന്നു? ഏതൊക്കെ ഭാഗങ്ങളിലാണ് കൃപാവരങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? 1 കൊരിന്ത്യർ 12-ാം അധ്യായം, പിന്നെ റോമർ 12, പിന്നെ എഫീഷ്യൻസ് 4. ഏതൊക്കെയാണ് വരങ്ങളെന്ന് നോക്കാം. നമുക്ക് 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിന്റെ 4 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അതിൽ ഒന്നിൽ പറഞ്ഞ സഹോദരന്മാരെ, ആത്മീയവരങ്ങളെ കുറിച്ച് നിങ്ങൾ അറിവില്ലാതിരിക്കരുതെന്ന്. അപ്പോൾ ഈ ചില വിഷയങ്ങളെ കുറിച്ച് നിങ്ങൾ അറിവില്ലാതിരിക്കരുത് എന്ന് പൗലോസ് പറയുന്നുണ്ട്. 1, മരിച്ചവരെ കുറിച്ച് നിങ്ങൾ അറിവില്ലാതിരിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. തെസ്സലോനിക്ക ലേഖനത്തിലെ ആ ഉയർപ്പിന്റെ കാര്യമൊക്കെ പറയുന്ന ഭാഗത്ത് മരിച്ചവരെ കുറിച്ച് നിങ്ങൾ അറിവില്ലാതിരിക്കരുത്. അതുപോലെ റോമാലേഖനത്തില് യഹൂദന്മാരുടെ മടങ്ങി വരവ് ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുന്ന സമയമാണെന്ന് ഉള്ള കാര്യം നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് പറയുന്നുണ്ട്. അത് നമ്മളിപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. അത് നമ്മൾ അറിയാതിരിക്കരുത്. സാത്താന്റെ തന്ത്രങ്ങൾ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. സാത്താന് ഒത്തിരി തന്ത്രങ്ങളുണ്ട്. ഇത് അറിയുന്നവരായിരിക്കണമെന്ന് പൗലോസ് ആഗ്രഹിക്കുന്നുണ്ട്. അതിൽ ഒരു കാര്യം ഇതാണ്, കൃപാവരങ്ങളെ കുറിച്ച് നിങ്ങൾ അറിവില്ലാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. കൊണ്ടാണ് നമ്മൾ ഈ ക്ലാസ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി കടന്നു പോകുമ്പോൾ ഇതിനെക്കുറിച്ച്, വേദപുസ്തകം പറയുന്നതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ വ്യക്തമായ അറിവ് പ്രാപിച്ച് നമുക്ക് കടന്നു പോകാം. നോക്കി, അതിന്റെ 4 മുതലുള്ള വാക്യങ്ങൾ കാണുന്നുണ്ട്. എന്നാൽ കൃപാവരങ്ങളിൽ വ്യത്യാസം ഉണ്ട്. പിന്നെ ആത്മാവ് ഒന്നത്രേ. ഒരേ ഇലക്ട്രിസിറ്റി നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ ലൈറ്റ് കത്തുന്നു, ഫാന് കറങ്ങുന്നു, പിന്നെ മോട്ടർ കറങ്ങുന്നു, പിന്നെ മൈക്രോവേവ് ചൂടാകുന്നു, ഫ്രിഡ്ജ് തണുക്കുന്നു, AC തണുക്കുന്നു, അല്ലേ? ഒരേ ഇലക്ട്രിസിറ്റിയാണ് പല രീതിയിൽ വരുന്നത്. ഇതുപോലെ ദൈവസഭയിൽ ഒരേ ആത്മാവ് പല രീതിയിൽ ഓരോ വ്യക്തികളിലൂടെ എന്ത് ചെയ്യുകയാണ്? പ്രവർത്തിക്കുകയാണ്. അതിനെക്കുറിച്ച് അടുത്ത വാക്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്. കർത്താവ് ഒരുവൻ, വീര്യപ്രവൃത്തി വ്യത്യാസമുണ്ടെങ്കിലും എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ തന്നെ. അടുത്ത്, എന്നാൽ ഓരോരുത്തന് ആത്മാവിന്റെ പ്രകാശനം. നോക്കിക്കേ, ഈ ഓരോ വരങ്ങളും ആത്മാവിന്റെ പ്രകാശനമാണ്. ഒരു വ്യക്തിയിൽ ഒരു വരം ആത്മാവിന്റെ പ്രകാശനമായിട്ട് ഇങ്ങനെ വരികയാണ്. അത് വരുന്നതിന് വേണ്ടിയാ? പൊതുപ്രയോജനത്തിനായിട്ട് നൽകപ്പെടുന്നു. സ്വന്തം പ്രയോജനത്തിനല്ല, പൊതുപ്രയോജനത്തിനായിട്ട് നൽകപ്പെടുന്നു. പിന്നെ എന്തൊക്കെയാണ്? ഒരുത്തൻ ആത്മാവിൽ ജ്ഞാനത്തിന്റെ വചനം, പിന്നെ മറ്റൊരു അതേ ആത്മാവിനാൽ വരുന്ന, ഇംഗ്ലീഷിൽ എന്തുവാണ്? വേർഡ് ഓഫ് വിസ്ഡം, വേർഡ് ഓഫ് നോളജ്. എന്തുവാണ് ഈ വാട്ട് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ വേർഡ് ഓഫ് വിസ്ഡം ആൻഡ് വേർഡ് ഓഫ് നോളജ്? ആത്മാവിന്റെ എന്തുവാണ്? ജ്ഞാനത്തിന്റെ വചനം, പരിജ്ഞാനത്തിന്റെ വചനം തമ്മിലുള്ള വ്യത്യാസം. ഈ ജ്ഞാനം എന്ന് പറഞ്ഞ അറിവാണ്, കാര്യം അറിയാം. ഇപ്പോൾ ഒരു ടൊമാറ്റോ എന്താണ്? അതൊരു ഫ്രൂട്ടാണെന്നറിയാം, അത് നോളജാണ്. എന്നാൽ വിസ്ഡം എന്ന് പറയുന്നത് ഒരു ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കുമ്പോൾ ടൊമാറ്റോ ഇടാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. ഇപ്പൊ എന്ത് ചെയ്യും? അത് കുളിക്കും. എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല എന്താ സംഭവിക്കുന്നത്. അതുകൊണ്ട് വെച്ചപ്പോൾ കുറെ വെള്ളം പോലെ ഒഴുകും എന്നൊക്കെ പറഞ്ഞു. ഏതായാലും ഇത് ഞാൻ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് ചില അറിവുകളുണ്ട്, എന്നാൽ പ്രായോഗികമായിട്ട് വേണ്ട വിധത്തിൽ ഉപയോഗിക്കുവാനുള്ളതായ അതിനെയാണ് വിസ്ഡം എന്ന് പറയുന്നത്. അപ്പോൾ ജ്ഞാനത്തിന്റെ, അറിവിന്റെ ഒരു ഭാഗമുണ്ട്, പിന്നെ അത് വിസ്ഡത്തിന്റെ ഒരു ഭാഗമുണ്ട്. പിന്നെ അടുത്ത അതേ ആത്മാവിനെ പരിജ്ഞാനത്തിന്റെ വചനം, പിന്നെ വേറൊരുവനെ അതേ ആത്മാവിനാൽ വിശ്വാസം. അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് യേശുവിൽ നമ്മൾ വിശ്വസിച്ചു, ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കുന്നുണ്ട്. ആ ഒരു വിശ്വാസമല്ല, അതിനേക്കാളും അപ്പുറമായിട്ട്
കർത്താവ് അസാധ്യമായ കാര്യങ്ങളെ എനിക്ക് വേണ്ടി ചെയ്യും എന്നുള്ളതായ ഒരു വിശ്വാസം. ആ വിശ്വാസത്തോടെ അതിപ്പോ ആർക്ക് വേണമെങ്കിലും കിട്ടും. ചിലപ്പോ നമുക്കറിയത്തില്ല, ചിലപ്പോ പിള്ളേർക്കായിരിക്കും ഉള്ളത്, ചിലപ്പോ വലിയ അമ്മച്ചിമാർക്കായിരിക്കും ഉള്ളത്, വിദ്യാഭ്യാസം ഒന്നും ഇല്ലാത്തവർക്കായിരിക്കും ഉള്ളത്. അവർ പ്രാർത്ഥിച്ചാൽ അത് നടക്കും. കാരണം ആ വിശ്വാസം അവർക്ക് ദൈവം നൽകിയിരിക്കുകയാണ്. നോക്കിക്കേ, അടുത്ത് വേറൊരു ദൈവാത്മാവിനാൽ രോഗശാന്തികളുടെ വരം. സ്തോത്രം. അത് സംസാരിക്കുമ്പോൾ തന്നെ സൗഖ്യമാകട്ടെ എന്ന് പറയുമ്പോൾ തന്നെ ഗ്രൂപ്പായിട്ട് സൗഖ്യമാകുന്ന അനുഭവങ്ങളുണ്ട്. ഒരു വ്യക്തിയെ തൊടുമ്പോൾ സൗഖ്യമാകുന്ന അനുഭവങ്ങളുണ്ട്. ഈ രോഗസൗഖ്യം എന്ന് പറയുന്നത് രോഗം പല രീതിയിൽ ഉണ്ടാകാം. ചിലപ്പോൾ പല രോഗങ്ങളും പൈശാചികമായ ശക്തികളാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തി അത് അഗ്നിയാണെന്ന് നമ്മൾ പറഞ്ഞു. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ അല്പസമയം പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിന്റെ അഗ്നി കത്തുമ്പോൾ, സ്തോത്രം, യഥാർത്ഥമായ അഗ്നി കത്തുമ്പോൾ ആ പൈശാചിക ശക്തിക്ക് ആ വ്യക്തിയിൽ ഇരിക്കാൻ പറ്റുകയില്ല. നിങ്ങള് പിശാചി ഇറക്കി വിടുന്ന ഒഴിപ്പിച്ചുള്ളത് എത്ര പേര് കണ്ടുവിടുന്ന വിധം ഞാൻ ധാരാളം കണ്ടാണ് വളർന്നത്. കുഞ്ഞിലെ സഭയിൽ ഇഷ്ടം പോലെ പൈശാചിക ശക്തി ഇറങ്ങി പോകുന്നുണ്ട്. അത് കുറെ കഴിയുമ്പോഴത്തേക്ക് ചിലത് ഇറങ്ങത്തില്ല. അത് ഇറങ്ങി അവസാനം അങ്ങോട്ട് ചൂടായി അങ്ങ് സ്വതന്ത്രം പറഞ്ഞ ആരാധനയോട് കൂടുമ്പോഴത്തേക്ക് അയ്യോ തീയാണ് ഇരിക്കാൻ പറ്റത്തില്ലേ എന്ന് പറഞ്ഞ് അവസാനമായിട്ട് സത്യം പറഞ്ഞൊക്കെ പോകുന്നു. ഇനി വരത്തില്ല എന്നൊക്കെ പറഞ്ഞ് പോകും. ചില പേര് പറയും, ചില അടയാളം കാണിക്കുമ്പോഴത്തേക്കും ഡോർ അടച്ചിട്ട് പോകാൻ പറയും, ഡോർ അടച്ചിട്ട് പോകും. അങ്ങനെ ഒത്തിരി പരിപാടികൾ പഴയ ഉപദേശമാരൊക്കെ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. മരത്തിന്റെ കൊമ്പൊടിച്ചിട്ട് പോകാൻ പറയും. ഇത് അന്ധകാര ശക്തികൾക്ക് ഇരിക്കാൻ പറ്റുകയില്ല. അഭിഷേകത്തിന്റെ ശക്തി വരുമ്പോഴത്തേക്കും അത് അന്നേരം ആ അന്ധകാരം ഇറങ്ങുമ്പോഴത്തേക്കും ആ രോഗി സൗഖ്യമാകുന്നു. നമ്മുടെ നാട്ടിൽ നിന്ന് വടക്കേത്തിലൊക്കെ പോകുമ്പോഴത്തേക്കും ഒത്തിരി രോഗസൗഖ്യം പ്രാപിക്കുന്നതിന്റെ സാക്ഷ്യങ്ങൾ കാണാൻ കഴിയും. കാര്യം എന്താണെന്നറിയാമോ? വെറും അന്ധകാരം കിടക്കുന്നിടത്ത് ഇവിടെ ഒന്നും പ്രാർത്ഥിച്ച ഒരു പ്രയോജനം ഇല്ലെങ്കിലും ചെറിയ എഴുതിയാണെങ്കിലും ഭയങ്കര ഇരുട്ടുള്ളത് കാണിക്കുമ്പോൾ നല്ല പ്രകാശമാണ്, അല്ലേ? വലിയ ലൈറ്റ് ഇവിടെ കിടക്കുന്ന കാര്യത്തിന് മോട്ടോർ കിടക്കുന്നിടത്തേക്ക് വെളിയിൽ കത്തിക്കുമ്പോൾ വലിയ പ്രയോജനമില്ല. ഞാൻ പല സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട്. അവർ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യാണ്, ആ ഒരു ചെറിയ പ്രകാശം പോലെ നമുക്ക് തോന്നുന്നെങ്കിലും അന്ധകാര ശക്തികൾക്ക് ഇരിക്കുവാൻ കഴിയാതെ അത് ഇറങ്ങി മാറുമ്പോൾ സെക്കൻഡിൽ സൗഖ്യങ്ങൾ നടക്കുവാനായിട്ടിടയായിത്തീരും. ആത്മാവിന്റെ അഗ്നി കത്തുന്ന അനുഭവം നമുക്ക് ആവശ്യമാണ്. അതുള്ളപ്പോൾ വലിയ അത്ഭുതങ്ങൾ നടക്കുവാനായിട്ടിടയായിത്തീരും. അതുകൂടാതെ മാനുഷികമായ രോഗസൗഖ്യം നിരവധി സാക്ഷ്യങ്ങൾ പറയുവാനായിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന നമുക്ക് ആർക്ക് വേണേലും പരിശുദ്ധാത്മാവ് തരും. പ്രൈസ് ദി ലോർഡ്. ഇതിനുവേണ്ടി നമുക്ക് ദാഹമുണ്ടെങ്കിൽ, ആഗ്രഹമുണ്ടെങ്കിൽ, നമുക്ക് വേണ്ടിയല്ല, നമ്മുടെ അഹങ്കാരത്തിന് വേണ്ടി, നമ്മൾ ഷൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ചോദിച്ചാൽ തരത്തില്ല. അത് പറഞ്ഞിട്ടുണ്ടല്ലേ, നിങ്ങള് പലരും ചോദിക്കുന്നത് കിട്ടാതെ എന്ത് വേണ്ട, നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടത്, അല്ലെങ്കിൽ എനിക്ക് ഷൈൻ ചെയ്യേണ്ടതിന്, അല്ലെങ്കിൽ എനിക്ക് ഇന്നാലാകേണ്ടതിന്, ഇതൊന്നും തരത്തില്ല. യേശുവിന്റെ നാമത്തിന്റെ മഹത്വത്തിനായിട്ട് ദൈവസഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി ആത്മാക്കളെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കേണ്ടതിന് വേണ്ടി കർത്താവേ അതെനിക്ക് തന്നാൽ ഉപയോഗിച്ചു കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് വിനയത്തോടെ ചെന്നാൽ ആമേൻ, സ്തോത്രം. ആർക്ക് വേണേലും പരിശുദ്ധാത്മാവ് ഇച്ഛിക്കുന്ന അനുസരിച്ച് കൊടുക്കുവാനായിട്ട് ഇടയായി തീരും. വിശ്വാസം ദൈവത്തെ മഹത്വപ്പെടുത്താം. അടുത്ത് വേറൊരുവന് ഞാൻ പറയാൻ വന്നല്ലോ. അപ്പോൾ ചിലപ്പോ പൈശാചിക ശക്തി ഉണ്ടാകാം, അല്ലാത്ത നാച്ചുറൽ റീസൺസ് ഉണ്ടാകാം. ഏത് വിഷയമാണെങ്കിലും ഈ വിഷയത്തിനകത്ത് അത്ഭുതം പ്രവർത്തിക്കും. ചില രോഗങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതിന് വേണ്ടിയാണ്. ആ തീരുമാനം എടുക്കുക, സെക്കൻഡ് രോഗസൗഖ്യം പ്രാപിക്കും. ചില വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടിട്ടിരിക്കുന്നത് ദൈവത്തിന് ഓർമ്മിച്ചുകൊണ്ടിരിക്കും. നീ ഇങ്ങനെ മടങ്ങി വരണം, അല്ലെങ്കിൽ അത് ചെയ്യണം എന്നുള്ളത് വിഷയം. എന്നാൽ അത് ഇല്ല എന്ന് മാറി നിൽക്കും തോറും ആ വിഷയം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. കാരണം ദൈവം ഉദ്ദേശിക്കുന്നത് ആ വിഷയത്തിന് ദൈവസന്നിധിയിലേക്ക് കടന്നു വരണം. അതിന് ചുമ്മാ പ്രാർത്ഥിച്ചാൽ നടക്കുകയില്ല, എത്ര പ്രാർത്ഥിച്ചാലും മറുപടി കാണുകയില്ല. ആ വിഷയത്തിൽ അവൻ തീരുമാനം എടുക്കണം. അതിന് ഉദാഹരണമാണ് എന്റെ പപ്പയുടെ മാനസാന്തരം പറഞ്ഞത്. 2 മാസം പ്രാർത്ഥിക്കും, പ്രയോജനമില്ല. അവസാനമായിട്ട് സ്നാനപ്പെടാൻ തീരുമാനിച്ചു. ഒറ്റ സെക്കൻഡിനകത്ത് പപ്പയ്ക്ക് സൗഖ്യം പ്രാപിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. 1967 അത് നിരവധി സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട് ഇതുപോലെയുള്ള. അതുകൊണ്ട് ഈ രോഗം പല രീതിയിലാകാം. സ്തോത്രം. പിന്നെ കർത്തൃമേശ തെറ്റായ രീതിയിൽ പാപത്തോട് വന്ന് എടുത്തിട്ട് ചിലപ്പോൾ എത്ര കൃപാവരം ഉണ്ടെങ്കിലും ചിലപ്പോൾ പ്രാർത്ഥിച്ച സൗഖ്യം വരത്തില്ല. കാര്യം അത് ദൈവത്തിന് ശിക്ഷാവിധിയായിട്ട് നിൽക്കുന്നതാണ്. സ്തോത്രം. ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് ക്രമീകരണങ്ങൾ പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. ചില സംദർഭങ്ങളിൽ ദൈവം അത്ഭുതകരമായി രോഗങ്ങളെ സൗഖ്യമാക്കും. നിഷ്കളങ്കരായി കടന്നു വരുന്ന ജനം യേശു ജീവിക്കുന്ന ദൈവമാണെന്ന് അറിയേണ്ടതിന്, അടുക്കേണ്ടതിന് അവർ കർത്താവ് സൗഖ്യമാക്കുന്നത്
ഞാൻ കണ്ടിട്ടുണ്ട് ധാരാളം പേരെ കർത്താവ് സൗഖ്യമാക്കും. സ്തോത്രം. മറ്റൊന്ന് എന്തുവാണ്? വീര്യപ്രവർത്തികൾ. വീര്യപ്രവർത്തി എന്ന് പറഞ്ഞാല് യോശുവ സൂര്യനോട് കൽപ്പിച്ചു നിർത്തി അല്ലേ? ഇതേപോലെയുള്ളതായ നാച്ചുറലായ വിഷയങ്ങളിൽ, നേച്ചറുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതുപോലുള്ള പല കാര്യങ്ങളിലും അമാനുഷികമായ ശക്തി വെളിപ്പെടുന്ന ഒരു അനുഭവമുണ്ട്. അതിനെ എന്തോ പറയുന്നത്? വീര്യപ്രവർത്തികളുടെ വരം. സ്തോത്രം. മറ്റൊന്നെന്തുവാ? എനിക്കിതൊന്നും വേണ്ട എന്നുള്ള വിഷയത്തിൽ നിങ്ങൾ ഇരിക്കും തോന്നുന്നു. മറ്റൊരുവരെ പ്രവചനം. പ്രവചനം എന്ന് പറഞ്ഞാൽ എന്തുവാണ്? മറ്റൊരുവരെ പ്രവചനം. പ്രവചനം എന്ന് പറഞ്ഞാല് മുൻകൂട്ടി പറയുന്നത് കൊണ്ട് പിന്നെ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാനായിട്ട്, ധൈര്യപ്പെടുത്തുവാനായിട്ട് 14 വായിക്കുമ്പോൾ കാണാം. ധൈര്യപ്പെടുത്തുവാനായിട്ട് അവരെ പ്രബോധനം പറഞ്ഞ് പ്രബോധിപ്പിക്കുന്നത് കൊണ്ട് നോക്കിക്കേ. അതിന്റെ 14-ന്റെ 3-ാം വാക്യത്തിൽ പ്രവചിക്കുന്നവനോ ആത്മീയ വർധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കുന്നു. പ്രവചനം ആത്മീയ വർധനയ്ക്കാണ്, പ്രബോധനത്തിനാണ്, ആശ്വാസത്തിനാണ്. അതോടൊപ്പം തന്നെ ഭാവി മുൻകൂട്ടി പറയുകയും ചെയ്യും. ഈ പ്രവചനം പഠിക്കാൻ പറ്റുമോ നമുക്ക്? ചിലരെ പ്രവചനത്തിന് വേണ്ടി ഉള്ള കോഴ്സ് ഉണ്ട്, ഒന്ന് ചേർന്നാൽ മതി. പിന്നെ നിങ്ങൾ കണ്ണടച്ചിട്ട് എന്താണോ കാണുന്നത് അത് അടുത്തിരിക്കുന്ന ആളോട് പ്രവചിക്കാൻ പറയും. നിങ്ങൾക്ക് മനസ്സിൽ ഇപ്പൊ എന്താണ് ഓടി വരുന്നത്, എന്തോ ചിന്തയാണ് വരുന്നത്, അത് അടുത്തിരിക്കുന്ന ആളോട് പ്രവചിക്കാൻ പറഞ്ഞ് പഠിപ്പിക്കുന്നവരുണ്ട്. ഭയങ്കര പാപമാണ്. പ്രവചനം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് നൽകുന്നതാണ്. നമുക്ക് മനസ്സിൽ തോന്നുന്ന പറയുന്നതല്ല പ്രവചനം. അവർക്ക് വലിയ ശിക്ഷയുണ്ടെന്ന് പഴയ നിയമത്തില് ഡ്യൂട്രോണമിലൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എടുത്തു പോകുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് പ്രവചനം എന്ന് പറയുന്നത് നമുക്ക് കുഞ്ഞു കളിക്കുന്ന കാര്യമല്ല. പരിശുദ്ധാത്മാവ് ഒരു ദിവസം ഒരാൾക്ക് പ്രവചന ശുശ്രൂഷ കൊടുത്തെന്ന് പറഞ്ഞതുകൊണ്ട് നാളെ കൊടുക്കണമെന്നില്ല. അപ്പൊ ആൾക്കാരെല്ലാം പ്രവാചകനാണെന്ന് പറഞ്ഞ് വിളിച്ചാൽ എന്തെങ്കിലും പറയാതിരിക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞ് പ്രവചിച്ചാലും അത് ശിക്ഷാർഹമാണ്. അതുകൊണ്ട് പ്രവചന ശുശ്രൂഷ പരിശുദ്ധാത്മാവ് നൽകുമ്പോൾ, പരിശുദ്ധാത്മാവ് നാവിനോട് സംസാരിക്കുമ്പോൾ മാത്രം പറയേണ്ട കാര്യമാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. നമുക്ക് ഇത് ബാക്കി വരങ്ങൾ നമുക്കുണ്ട്, പക്ഷെ നമുക്ക് എപ്പോഴും നമ്മൾ വരമായിട്ടൊന്നും കൂട്ടാറില്ലെന്നേ ഉള്ളൂ. വരവുള്ള വരം മാത്രമേ നമ്മൾ വരമായിട്ട് കൂട്ടുകയുള്ളൂ. നമുക്ക് എല്ലാവർക്കും ഉള്ള വരങ്ങൾ ഇത് വരുന്നുണ്ട്. അടുത്ത് വേറൊരുവന് പലവിധ ഭാഷകൾ, വേറൊരു ഭാഷകളുടെ വ്യാഖ്യാനം. ഇത് എല്ലാം പ്രവർത്തിക്കുന്നത് തനിച്ചിക്കും പോലെ അവനവന് വരം പകുത്തു കൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെ. ഇനി ആ ഭാഷ വരത്തെ കുറിച്ചുകൂടെ പലർക്ക് സംശയമുള്ളത് കൊണ്ട് ഞാൻ പറയാം. എന്താണെന്നറിയാമോ? അന്യഭാഷയെ കുറിച്ച് പല സ്ഥലങ്ങളിൽ എഴുതിയിട്ടുണ്ടല്ലോ. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണേ. ഇപ്പോൾ അതിന് ഗ്ലോസ എന്ന വാക്കാണ് നാവ് എന്ന വാക്കിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഗ്ലോസ, ഗ്രീക്കിലെ ഗ്ലോസ. ഈ ഇങ്ങനെ അന്യഭാഷയിൽ പറയുന്നതിന് ഗ്ലോസ ലാലിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിക്കുക. ഗ്ലോസ ലാലിയോ എന്ന് പറയുമ്പോഴത്തേക്കും അത് അന്യഭാഷ എന്നുള്ള അർത്ഥമാണ്. എന്നാൽ 2-ാം അധ്യായം, അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ പറയുമ്പോൾ അത് ഗ്ലോസ അവരുടെ നാവുകൾ കൊണ്ടാണ് സംസാരിച്ചതെങ്കിലും ജനങ്ങൾ പറയുമ്പോഴത്തേക്കും ഞങ്ങളുടെ ഡയലക്ടോസ് എന്നോട് വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഡയലക്ടോസില് ഇവരെങ്ങനെ പറയുന്നതായ വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്ക് അറിയാവുന്ന അവരുടെ ഭാഷയായിരുന്നു ഡയലക്ട്. നമ്മുടെ ഡയലക്ട് എന്നുള്ള വാക്ക് തന്നെ, ഡയലക്ടോസ് ഗ്രീക്കില്. അത് അവിടെ ഉപയോഗിച്ചിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് പറഞ്ഞ അന്യഭാഷ ആത്മസ്നാനത്തിന്റെ അടയാളമായ അന്യഭാഷയായിരിക്കുമ്പോൾ തന്നെ മറ്റുള്ള മനുഷ്യർക്ക് മനസ്സിലാകുന്ന അന്യഭാഷയായിരുന്നു. ഈ അന്യഭാഷയൊന്നും വിശ്വസിക്കാത്തവർ പറയുന്നത് എന്താണെന്നറിയാമോ? അവരുടെ ഭാഷയിൽ പറഞ്ഞു, പക്ഷെ അവർ കേട്ടവരുടെ ചെവിയിൽ അവരവരുടെ ഭാഷയിൽ പറഞ്ഞത്. അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. ഇവര് പറഞ്ഞത് വേറെ ഭാഷകളിലാണ്. അതിന് മനസ്സിലായോ? അനേക സ്ഥലത്തുനിന്ന് ആൾക്കാരുണ്ടായിരുന്നു. 10-13 സ്ഥലങ്ങളിൽ കണ്ട ആൾക്കാരുണ്ടായിരുന്നു. ഇവരെല്ലാവരുടെയും ഭാഷകളില് ദൈവത്തിന്റെ വൻകാര്യങ്ങൾ ഇവര് പ്രസ്താവിച്ചപ്പോൾ എന്ത് ചെയ്യുകയാണ്? അവർ പഠിക്കാത്ത ഭാഷകളില്, ഗലീലക്കാരായിരുന്നു ഇവര്, പഠിക്കാത്ത ഭാഷകളില് സംസാരിക്കുവാനായിട്ട് ആരംഭിച്ചു. അത് അവർക്ക് മനസ്സിലായി. എന്നാൽ പിന്നീട് നമ്മൾ കാണുന്ന പല ഭാഗങ്ങളിലും ഈ അന്യഭാഷ 14-ാം അധ്യായത്തിലും ദൈവത്തോട് മാത്രം പറയുന്ന അന്യഭാഷ,
അത് മനുഷ്യർക്ക് മനസ്സിലാകുന്നില്ലല്ലോ എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. മനസ്സിലായോ? അപ്പോൾ മനുഷ്യർക്ക് മനസ്സിലാകാത്ത അന്യഭാഷയുമുണ്ട്. പിന്നെ അത് ദൈവത്തോട് സംസാരിക്കുന്നതാണ്. അത് ആത്മീയ ഭാഷയാണ്. നമുക്ക് ആത്മീയ വർധന വരുത്തുന്നതാണ്. ബൈബിളിലെല്ലാം അത് സെയിം അധ്യായത്തിൽ എഴുതി അടുത്തടുത്ത് വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് ആത്മീയ വർധന വരുത്തുന്നതാണ്. അത് മനുഷ്യർക്ക് മനസ്സിലാകുന്നില്ല. ആ അന്യഭാഷ ചിലപ്പോൾ ചില മുറിവാക്കുകളായിരിക്കാം, പക്ഷേ അതിലൂടെ പരിശുദ്ധാത്മാവ് നമ്മിലൂടെ ദൈവത്തോട് പക്ഷപാതം ചെയ്യുന്ന പ്രാർത്ഥനയാണ്. ആമേൻ. ഒരു വല്യമ്മച്ചി ഉണ്ടായിരുന്നു. അമ്മച്ചിക്ക് ആർക്കൂടെ അറിയാവുന്നത് ബാറ 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 എന്ന് പറയാനാണ്. ബാറ ബാറ എന്ന് പറഞ്ഞാൽ അമ്മച്ചി പറയുമായിരുന്നു. എന്നാൽ എബ്രായ ഭാഷ പഠിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ബാറ എന്ന് പറഞ്ഞാല് 1-ാം അധ്യായത്തിന് 1-ാം വാക്യത്തില് ജനസിസില് പറഞ്ഞിരിക്കുന്ന ബാറ ക്രിയേറ്റ് ചെയ്യുക, സൃഷ്ടിക്കുക എന്നുള്ളതാണ് ബാറ. ബാറ എന്ന് പറഞ്ഞാൽ എന്തുവാ? സൃഷ്ടിക്കുക. അമ്മച്ചി പറയുക ബാറ 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 എന്ന് പറഞ്ഞാൽ അതിന്റെ അപ്പുറം എന്താ വേണ്ടത് അല്ലേ? കർത്താവിന്റെ സകല വിഷയങ്ങളും സൃഷ്ടിയിലാണ് ആരംഭിക്കുന്നത് അല്ലേ? കർത്താവ് അങ്ങോട്ട് സൃഷ്ടിച്ചാൽ രോഗിയായിരിക്കുന്ന ഒരു വ്യക്തിക്ക്, ഗണ്ണിയില്ലാത്ത ഒരു വ്യക്തിക്ക് കർത്താവ് എന്ത് ചെയ്യുകയാണ്? പരിശുദ്ധാത്മാവ് നിഷ്കളങ്കയെ അമ്മച്ചിയിലൂടെ ആമേൻ പക്ഷപാതം ചെയ്യുകയാണ്. ആ സ്ത്രീക്ക്, പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് കിഡ്നി ക്രിയേറ്റ് ചെയ്ത് വരികയാണ്. ബാറ അല്ലേ? അപ്പോൾ നമ്മൾ ഈ പറയുന്ന കുഞ്ഞു വാക്കുകളൊക്കെ ഭയങ്കര അർത്ഥമുള്ളതായിരിക്കാം. ആരെയും കളിയാക്കരുത്. പരിശുദ്ധാത്മാവ് നാവുമേൽ കൊടുക്കുന്ന കുറച്ച് വാക്കുകളായിരിക്കാം. അത് വിശ്വസ്തമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. ചിലപ്പോൾ പാട്ട് പാടും പോലെ അന്യഭാഷ ദൈവം തരുവാനായിട്ട് ഇടയായി തിരുക്കരവിൽ ദൈവത്തെ മഹത്വപ്പെടുത്താം. അപ്പോൾ നമുക്ക് ദൈവം നൽകുന്നതായ ആ വാക്ക് മനുഷ്യർക്ക് ഒരുപക്ഷെ മനസ്സിലാകണമെന്നില്ല. ഞാൻ വളർന്നു വരുന്നതായ ഞങ്ങളുടെ ചർച്ചിനകത്ത് ഒരു അപ്പച്ചനുണ്ടായിരുന്നു. അന്ന് തന്നെ അപ്പച്ചന് 10-75 വയസ്സുണ്ട്. അപ്പച്ചന് മലയാളം വായിക്കാൻ അറിയാം. അത് മലയാളം തന്നെ ഇതുപോലത്തെ ലിപിയല്ല, പഴയ അന്നത്തെ കാലത്ത് 1960s കാര്യമാണ് പറയുന്നത്. പഴയ 1800 അച്ചടിച്ച പുസ്തകമാണ്. കല്ലച്ചിലടിച്ച ബൈബിളൊക്കെയാണ് വെച്ചിരിക്കുന്നത്. ഇംഗ്ലീഷ് ഡോലാഷിനും അറിയത്തില്ല. ആ അപ്പച്ചന് ഇരുന്നുകൊണ്ട് ഇങ്ങനെ 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 ആക്കിക്കൊണ്ട് പറയുമായിരുന്നു അന്യഭാഷ. എന്തോ അതൊരു പിടിയില്ല. എന്നാലും ഞാന് ഡൽഹിയിലെ ഗ്രേസ് ബൈബിൾ കോളേജിൽ 3 വർഷം പോയി പഠിച്ചു. അവിടെ സായിപ്പാരുടെ ടീച്ചേഴ്സായിട്ട്. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന അപ്പച്ചന്റെ അടുത്ത് ആരാധനയ്ക്ക് ഇരുന്നപ്പോഴാണ് അപ്പച്ചൻ പറയുന്നത് വെസ്റ്റേൺ പ്രൊനൗൺസിയേഷനിലെ അടിപൊളി ദൈവത്തിന്റെ വാചനത്തിൽ നിന്നുള്ള വാക്യങ്ങളും ദൂതുകളുമാണ്. അതേ ആക്സന്റിൽ പറയുന്നതുകൊണ്ട് ഒരു പിടിയും കിട്ടുന്നില്ലായിരുന്നു പണ്ട്. സ്തോത്രം. എന്റെ കണ്ട ചെവി കൊണ്ട് കേട്ട കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. സ്തോത്രം. നമുക്ക് ദൈവം നമുക്കറിയാത്ത ഭാഷകൾ തരും. സ്തോത്രം. എന്നാൽ ഒരു വെള്ളക്കാരൻ അവിടെ ഇരുന്നെങ്കിൽ അദ്ദേഹത്തുള്ള ദൂതായിരിക്കാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അന്യഭാഷ എന്ന് പറയുന്നത് തമാശല്ല, കളിയല്ല, പരിശുദ്ധാത്മാവ് ഇന്ന് നൽകുന്ന ഭാഷയാണ്. സ്തോത്രം. അപ്പോൾ ചില ഭാഷ അത് മനുഷ്യർക്ക് മനസ്സിലാകുന്ന അനുഭവത്തിലുള്ളതായ ഭാഷയുണ്ട്. മറ്റേത് മനുഷ്യർക്ക് മനസ്സിലാകുകയില്ല. ദൈവത്തോടും മാത്രം സംസാരിക്കുന്ന ഭാഷ. അതെന്തിനു വേണ്ടിയാണ്? നമ്മുടെ ആത്മീക വർധനയ്ക്ക് വേണ്ടിയാണ്. പിന്നെ അത് ദൈവം പരിശുദ്ധാത്മാവ് നമ്മിലൂടെ പക്ഷപാതം ചെയ്യുന്ന ഭാഷയാണ്. നമ്മളത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അകത്ത് ആത്മാവ് കത്തി 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 അനുഭവിക്കുന്ന ദൈവം കഴിഞ്ഞാൽ ദൈവത്തെ സ്തുതിക്കുകയാണ്. അത് കത്തി 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 ബലപ്പെടുന്നതായ ഒരു അനുഭവം അത് പൗലോസ് ഒത്തിരി ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എന്താ പറയുന്നത്? നിങ്ങളെക്കാളും എല്ലാം അധികം അന്യഭാഷയിൽ സംസാരിക്കുന്നതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എങ്കിലും ആ അന്യഭാഷ പൊതുവായിട്ട് നമ്മളൊരു പ്രസംഗമായിട്ട് പറയുമ്പോൾ അത് ആരെങ്കിലും അത് ഇന്റർപ്രറ്റ് ചെയ്യണം. അതിനുള്ള വരമുണ്ട്. അത് ഭാഷകളുടെ വ്യാഖ്യാന വരമാണ്. ഭാഷകളുടെ വരം, പിന്നെ ഭാഷയുടെ വ്യാഖ്യാന വരം പല സ്ഥലങ്ങളിലും, പ്രത്യേകിച്ച് തമിഴ്നാടിന്റെ പല ഭാഗങ്ങളിൽ ഇപ്പോഴും വളരെ ശക്തമായിട്ട് അത് ഉപയോഗിക്കുന്നുണ്ട്. സ്തോത്രം. അതുപോലെ തന്നെ വിവേചനത്തിന്റെ വരം, വിവേചിച്ച കാര്യം പറയും. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു ചർച്ചില്, വലിയ ചർച്ചാണ്, ഭയങ്കര കൃപാവരങ്ങളുള്ളതായ ചർച്ചാണ്, പാസ്റ്റർമാര്. അന്നേരം ഒരു മനുഷ്യൻ പിന്നെ എഴുന്നേറ്റ് നിന്ന് സാക്ഷിച്ചപ്പോഴത്തേക്കും ഉപവാസത്തിലാണെന്ന് പറഞ്ഞു. ഉപവാസത്തിലാണോ എന്ന് ആ അപ്പച്ചൻ ചോദിച്ചു. പാസ്റ്റർ അപ്പച്ചൻ ചോദിച്ചു ഉപവാസത്തിലാണോ എന്ന്. ആണെന്ന് പറഞ്ഞു എഴുന്നേൽക്കുമ്പോഴത്തേക്കും. അന്നേരത്തേക്ക് തന്നെ പുള്ളി അന്ന് രാവിലെ ആ ഇഡലി അവിടെ ഛർദ്ദിച്ചു വെച്ചു.
അതുപോലെ കൃപാവരങ്ങൾ വ്യാപരിക്കുന്ന സ്ഥലങ്ങളുണ്ട്. വിവേചന വരമുള്ളതായ ദൈവത്തിന്റെ ദാസന്മാരുണ്ട്. ചില ആത്മാക്കൾ വിവേചനം, പലതരത്തിലുള്ള ആത്മാക്കളുണ്ട്. ആത്മാവിനെ അത് കാണുമ്പോൾ തന്നെ വിവേചിക്കുവാനുള്ള വരം ഉള്ളതായ വ്യക്തികളുണ്ട്. വിവേചന വരം, പിന്നെ ഈ ഭാഷകളുടെ വരം. ഭാഷകളുടെ വരത്തെ കുറിച്ച് ഇനി ആർക്കും സംശയമില്ലല്ലോ. ഭാഷയുടെ വരം എന്തുവാണ്? നമുക്ക് ഒരു ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഒരു തരം ഭാഷ മറ്റുള്ള മനുഷ്യരുടെ ഭാഷയാണ്. എന്നാൽ മറ്റേ ഭാഷ മനുഷ്യരുടെ അല്ല, അത് സ്വർഗീയ ഭാഷയാണ്. ആർക്കും മനസ്സിലാകുന്നില്ല. അത് മനസ്സിലാകാത്തത് കൊണ്ട് പലരും കളിയാക്കുന്നുണ്ട്. ഇത് ഏത് ഭാഷയാണ്? ലോകത്തിലുള്ള ഏത് ഭാഷയാണ്? ഇത് ലോകത്തിലുള്ള ഭാഷയല്ല, സ്വർഗീയ ഭാഷയാണ്. സ്തോത്രം. വലിയ മർമ്മമുണ്ട്, വലിയ അർത്ഥമുണ്ട്, ആത്മീയ വർധന വരുത്തുന്നതാണ് സ്വർഗത്തിലെ ആ ഭാഷ എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കും. ഒന്നാമത്തെ വിഷയം, ഈ കൃപാവരങ്ങൾ എല്ലാവർക്കും ദൈവം നൽകിയിട്ടുണ്ട്. അതൊരു ശരീരത്തിന്റെ അവയവങ്ങളെ പോലെയാണ്. എന്ന് പറഞ്ഞാൽ കണ്ണിന് പറയാൻ പറ്റുകയില്ല, കണ്ണ് കയ്യേക്കാളും ശ്രേഷ്ഠമാണ്. ഹൃദയത്തിനും പറയാൻ പറ്റുകയില്ല, ഹൃദയം ശ്രേഷ്ഠമാണ്. ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിൽ ശരിയായി ഫംഗ്ഷൻ ചെയ്യുവാനായിട്ട് കഴിയുള്ളൂ. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ദൈവം ഏതെങ്കിലും തരത്തിലുള്ളതായ വരങ്ങൾ നൽകിയിട്ടുണ്ട്. അത് നമ്മൾ കണ്ടുപിടിക്കണം, അതിനെ ജ്വലിപ്പിക്കണം. ദൈവസഭയ്ക്ക് അത് ഭംഗിയായിട്ട് പ്രയോജനകരമായ രീതിയിൽ ഉപയോഗിക്കണം. എന്നാൽ ഇത് ഉപയോഗിക്കുമ്പോൾ പൂർണ്ണമായിട്ടും ആത്മാവിന്റെ ബലത്തോടെ ഉപയോഗിക്കണം, സ്നേഹത്തോടെ ഉപയോഗിക്കണം, വിനയത്തോടെ ഉപയോഗിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ഐക്യമായി വളരുവാൻ കഴിയുള്ളൂ. സപ്പോസ് ഒരാൾക്ക് ദൈവം ഒരു രോഗശാന്തിയുടെ വരം കൊടുക്കുകയാണ്. അത് ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, സൗഖ്യമായി, ആൾക്കാരെല്ലാം അറിയുന്നു. അന്നേരം അടുത്ത നാളെ തൊട്ട് ഫോൺ വരികയാണ്. പേരെന്താ? രൂപസ് നല്ല പേര്. രൂപസിന് കൃപാവരമുണ്ട്, രോഗശാന്തി വരമുണ്ടെന്ന് ആൾക്കാർ അറിയുന്നു. അടുത്ത് ഫോൺ വരുന്നു. എന്ത് ചെയ്യുന്നു? രൂപസിന്റെ വീട്ടിലേക്ക് ഫോൺ വരികയാണ്. രൂപസെ, എനിക്കൊരു വിഷയമുണ്ട്, വന്ന് പ്രാർത്ഥിക്കണം, അല്ല ഞാൻ വരാൻ പോകണം, പ്രാർത്ഥിക്കണം. അവിടെ വന്നു. അന്നേരം ഏതാറിഞ്ഞ് വേറൊരാൾ വന്നു. ഇങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഫോൺ വിളിയായി. രൂപസിന്റെ വീട്ടില് ഒത്തിരി പേര് വന്ന് പ്രാർത്ഥിക്കുന്നു. രൂപസ് എന്തിനാണ് ചർച്ചയ്ക്ക് പോകുന്നത്? എനിക്ക് ഇവിടെ ഒരു ആരാധന പ്രത്യേകം കൊണ്ടാന്ന് ഞാൻ എന്താ എന്ന് തോന്നിയാൽ എന്ത് ചെയ്യും? സഭയ്ക്ക് വർധന ഉണ്ടാവുമോ? രൂപസങ്ങൾ ചെയ്യുന്നല്ല പറഞ്ഞു കേട്ടോ. രൂപസിന് കർത്താവ് കൃപാവരങ്ങൾ നിറയ്ക്കട്ടെ. കർത്താവ് ദൈവസഭയ്ക്ക്. അപ്പൊ ഞാൻ പറയാൻ വന്നത്, ഈ വരങ്ങൾ ഏതെങ്കിലും പ്രത്യക്ഷമായ ഒരു വരം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇവരെക്കാളും എല്ലാം ഭയങ്കര വ്യത്യസ്തനാണ്, വലിയവനാണെന്ന് പറഞ്ഞ് അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ കൊളാപ്സ് ആവും. അതുകൊണ്ടാണ് കൃപാവര ശുശ്രൂഷയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, കർത്താവ് കൃപാവരങ്ങൾ നൽകിയിരിക്കുന്നത് ദൈവസഭയുടെ എന്തിനു വേണ്ടിയാണ്? ആത്മീയ വർധനയ്ക്കും വളർച്ചയ്ക്കും വേണ്ടിയാണ്. അതോടൊപ്പം തന്നെ ഇത് ലോകം ഇത് കണ്ടിട്ട് ആകർഷിക്കപ്പെട്ട് ദൈവകൃപയിലേക്ക് കടന്നു വരേണ്ടതിന് വേണ്ടിയാണ്. ആവോ വിനയത്തോടെ നമ്മൾ ഉപയോഗിച്ചാൽ ആമേൻ ഫലകരമായിട്ട് ദൈവസഭ ശക്തമായിട്ട് വളരുവാനായിട്ട് ഇടയായിത്തീരും. കൃപാവരങ്ങൾ നിറഞ്ഞതായ ഒരു സഭ ദേശം മുഴുവനും അറിയുന്നത് തന്നെയല്ല, ആയിരങ്ങൾ ഭാഷ വ്യത്യാസം കൂടാതെ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഇവിടെ ദൈവകൃപ വ്യാപരിക്കുമ്പോൾ, രോഗസൗഖ്യം വ്യാപരിക്കുമ്പോൾ, ആമേൻ കൃപാവര ശുശ്രൂഷ വ്യാപരിക്കുമ്പോൾ, ആമേൻ ഭാഷാ വ്യത്യാസം കൂടാതെ നിരവധി പേര് ഒഴുകിയെത്തുവാനായിട്ട് ഇടയായി തീരുമെന്നുള്ള ഒരു സംശയമില്ല. കർത്താവിന് ഈ കൃപാവരങ്ങൾ ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. ചിലപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കായിരിക്കും കൊടുക്കുന്നത്, നിഷ്കളങ്കരായ കുഞ്ഞുങ്ങൾക്ക്. സ്തോത്രം. അവിടെ സഭകളിലൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണ്, കർത്താവേ ഞങ്ങള് അവിശ്വസ്തരാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ മേൽ പകരണമേ, നിങ്ങളുടെ കൃപകൾ പകരണമേ. നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാൽ കർത്താവ് നിശ്ചയമായി നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. അപ്പോൾ ഇത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ പോലെയാണ്. ഇതാരും ഒരു ശുശ്രൂഷ അതിനേക്കാൾ ശ്രേഷ്ഠമാണ്, മോശമാണെന്ന് പറയാൻ പാടില്ല. ഒരിക്കല് ഒരു ആശാരി കഞ്ഞി കുടിക്കാൻ പോയപ്പോഴത്തേക്കും ആശാരിയുടെ ടൂൾസ് എല്ലാം കൂടെ ഒരു കോൺഫറൻസ് കൂടി. ആശാരിയുടെ ടൂൾസ് ഹാമർ, മറ്റുള്ള ആൾക്കാരെല്ലാം കൂടെ പറഞ്ഞു, എടാ ഹാമർ നീ ഭയങ്കര ശബ്ദം ഉണ്ടാക്കുന്നതാണ്, ചുമ്മാ ചെവി പൊട്ടിപ്പോകും, തല പൊട്ടിപ്പോകും, ഭയങ്കര ശബ്ദം ഉണ്ടാക്കുന്നതാണ് നീ എന്ന് പറഞ്ഞു ഹാമറിനോട്. അന്നേരം ഹാമറ് അടുത്തിരുന്ന സ്ക്രൂവിനോട് പറഞ്ഞു, ഇവന് എന്തെങ്കിലും കാര്യം സാധിപ്പിക്കണമെങ്കിൽ ഒത്തിരി പ്രാവശ്യം സ്ക്രൂ ചെയ്താലേ എന്ത് ചെയ്തുള്ളൂ, ഇവൻ അല്പം ഒന്ന് മൂവ് ചെയ്യണമെങ്കിൽ ഒത്തിരി പ്രാവശ്യം സ്ക്രൂ ചെയ്യണമെന്ന് പറഞ്ഞു. സ്ക്രൂ അടുത്തിരിക്കുന്ന
ഈ ചിന്തയിലിടുന്ന സാധനത്തിന് എന്തോ പറയുന്നത്? പ്ലെയിൻ തന്നെ പറയും. ചിന്തയിലിടുന്ന ഒരു സാധനമുണ്ട്. അത് ചിന്തയിൽ എന്ന് പറഞ്ഞാല് ഇത് സ്ട്രൈറ്റ് മിനുസപ്പെടുത്തുന്നതായ ഒരു സാധനമാണ്. അപ്പൊ അതിനോട് പറഞ്ഞു, അതിനെ കുറിച്ച് പറഞ്ഞു, ഇവനാണെങ്കിൽ എല്ലാം പുറമേയുള്ള കാര്യങ്ങളേ ഉള്ളൂ, അവന് ഒരാഴവുമില്ല. എന്തേലും പറഞ്ഞാല് ഒരാഴമില്ലാത്ത ഒരു മനുഷ്യനാണ് ഇവനെന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നോക്കിയപ്പോഴത്തേക്കും പിന്നെ റൂളർ ഇരിക്കുന്നു. റൂളർ എന്താ പറയുന്നത്? തോന്നൊക്കെ പറയുന്നത് അല്ലേ? സ്കെയിൽ വരെ നടക്കാറുള്ളത്. അവനെ നോക്കിയിട്ട് പറഞ്ഞു, ഇവനാണെങ്കിൽ എപ്പോഴും അളന്നോണ്ടിരിക്കുന്ന പരിപാടിയേ ഉള്ളൂ. എല്ലാം ആരെ കണ്ടാലും അളക്കുന്ന ഒരു പരിപാടിയേ ഉള്ളൂ എന്ന് പറഞ്ഞു. അന്നേരമാണ് അങ്ങേവശത്ത് സാൻഡ് പേപ്പർ ഇരിക്കുന്നത്. അവനെ നോക്കിയിട്ട് പറഞ്ഞു, ഇവനെ കണ്ടോ? ഇവനാണെങ്കിൽ തൊട്ടുപോയാൽ വേദനിപ്പിക്കാതെ പോവുകയില്ല. അവനെ എവിടെയും തൊട്ടുപോയാല് കുറച്ചിട്ടേ പോവുള്ളൂ, വേദനിപ്പിച്ചിട്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞു. അന്നേരമാണ് ആശാരി വരുന്നത്. ആശാരി വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ വഴക്കത്തിനകത്ത് നിങ്ങളെല്ലാവരും എനിക്ക് ആവശ്യമുണ്ട്. എന്റെ വഴിക്കകത്ത് നിങ്ങളില്ലാതെ നടക്കത്തില്ല. നിങ്ങളുടെ എല്ലാ സ്വഭാവങ്ങളും എനിക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച് ആശാരിയുടെ പണി തുടർന്നതായ ഒരു കഥ കേട്ടിട്ടുണ്ട്. സ്തോത്രം. ഇതുപോലെ നമുക്ക് എല്ലാവർക്കും വ്യത്യസ്തമായ സ്വഭാവങ്ങളാണ്, വ്യത്യസ്തമായ കഴിവുകളാണ് ദൈവം തന്നിട്ടുള്ളത്. ഇതെല്ലാം ദൈവസഭയുടെ പണിക്ക് ആവശ്യമുണ്ട്. എല്ലാവരും കണ്ണായാൽ, എല്ലാവരും പ്രവാചകന്മാരായാൽ, എല്ലാവരും ഭാഷാപരമുള്ളവരായാൽ ആമേ സ്തോത്രം ഒരുപക്ഷെ നടന്നു വരികയില്ല. എല്ലാവരും വാഞ്ചിക്കുവാനായിട്ട് പറഞ്ഞിരിക്കുകയാണ് അല്ലേ? എല്ലാവരും വാഞ്ചിക്കണം. പരിശുദ്ധാത്മാവ് ഇച്ഛിക്കുന്നവന് അതത് പ്രകാശനം നൽകി ഉപയോഗിക്കുവാനായിട്ട് ഇടയായി തീരും. ഇനി ബാക്കിയുള്ളതായ ഭാഗം കൂടെ നമുക്ക് നോക്കാം. അതിന്റെ 12-ാം അധ്യായത്തിന്റെ അവസാന ഭാഗം നോക്കിക്കേ. 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിന്റെ അവസാന ഭാഗം. അവസാന ഭാഗം അടുത്ത് 28 തൊട്ട് നമ്മൾ വായിക്കുമ്പോൾ ദൈവസഭയിൽ 1-ാമത് അപ്പോസ്തലന്മാർ, 2-ാമത് പ്രവാചകന്മാർ, ഉപദേഷ്ടാക്കന്മാർ എന്ന് ഓരോരുത്തരും നിയമിക്കുകയും പിന്നെ വീര്യപ്രവർത്തികൾ, രോഗശാന്തികളുടെ വരം, അടുത്തെന്താ വരവാ? മറ്റൊക്കെ നേരത്തെ വന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചേ. സഹായം ചെയ്യാനുള്ള വരം, മിനിസ്ട്രി ഓഫ് ഹെൽപ്സ്. അതിന്റെ അർത്ഥം എന്തുവാ? നമ്മളിവിടെ നിന്ന് ആലോചിക്കുമ്പോ ഈ സഹായം ചെയ്യാനുള്ള വരം കിട്ടിയ ആരെങ്കിലും ഇവിടെ ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഏതെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ ഓടി വന്ന് സഹായിക്കും. അങ്ങനെയുള്ള ഏതെങ്കിലും വരമുള്ളവരെ നിങ്ങൾക്ക് മനസ്സിൽ വരുന്നുണ്ടോ? ഞാൻ ആരെയും പറയുന്നില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഓടി വരും, സഹായിക്കും. ചിലക്കാരുടെ വരവുണ്ട്. നമുക്ക് എല്ലാവർക്കും ആ വരവുണ്ട്. നമ്മൾ പ്രകാശിപ്പിച്ചാൽ മതി. നമുക്കിനി കിട്ടിയതെല്ലാം ആത്മവരങ്ങളുടെ കൂട്ടത്തിലുള്ളതാണ്. സഹായം ചെയ്യാനുള്ളതായ വരം. പിന്നെ അടുത്തെന്തുവാ? പരിപാലന വരം, പിന്നെ വിവിധ ഭാഷാവരം. നേരത്തെ വന്നാണ് ഭാഷാവരം. അതുകൊണ്ട് ആ ഭാഗം വിടാൻ റോമാലേഖനം കൂടെ വേഗത്തിൽ നോക്കിയിട്ട് നോക്കാം നമുക്ക് എന്തെങ്കിലും കൃപാവരങ്ങൾ ഉണ്ടോന്ന്. റോമാലേഖനം 12-ന്റെ 6 മുതലുള്ള വാക്യങ്ങളാണ്. ആകയാൽ നമുക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം വെവ്വേറെ വരവുള്ളത് കൊണ്ട് ഉപദേശത്തിൽ പ്രബോധനത്തിൽ ദാനം ചെയ്യുന്നവൻ ഏകാഗ്രതയോടെ, ഭരിക്കുന്നവൻ ഉത്സാഹത്തോടെ, കരുണ ചെയ്യുന്നവൻ പ്രസന്നതയോടെ ആകട്ടെ. എന്തൊക്കെയാണ് അതിനകത്തുള്ളത്? വെവ്വേറെ വരം എന്ന് പറഞ്ഞിട്ട് എന്തുവാണ് പറഞ്ഞിരിക്കുന്നത്? പ്രവചനം നേരത്തെ നമ്മൾ പറഞ്ഞു. ശുശ്രൂഷ, അത് വേറൊരു വരമാണ്. ശുശ്രൂഷിക്കുക എന്ന് പറഞ്ഞ എന്തുവാണ്? സെർവിങ്. സെർവ് ചെയ്യുവാനുള്ളതായ മനോഭാവമുള്ളതായ ആൾക്കാരുണ്ട്. നമുക്ക് ആ വരം പ്രകാശിപ്പിക്കാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല അല്ലേ? നമുക്ക് എല്ലാവർക്കും അങ്ങനെയുള്ള വരങ്ങളൊക്കെ പ്രകാശിപ്പിക്കാനായിട്ട് സാധിക്കും. പിന്നെ എന്തുകൊണ്ട് വരവുണ്ട്? അടുത്ത് ഉപദേശം, ടീച്ചിങ്, പ്രബോധനം. പ്രബോധിപ്പിക്കുക എന്ന് പറയുന്നത് സങ്കീർത്തനം കഴിഞ്ഞതിന് ശേഷം, സാക്ഷ്യം കഴിഞ്ഞതിന് ശേഷം ഏറ്റവും അവസാനം 2-3 പേര് പ്രബോധിപ്പിക്കുന്ന ആ പ്രബോധനമല്ല. നമുക്ക് ഒരു ഭാരത്തിലൂടെ കടന്നു പോകുന്ന ആളിനെ ഒന്ന് ധൈര്യപ്പെടുത്തുന്ന, ഒന്ന് ബലപ്പെടുത്തുന്ന ഒരു വാക്യം പറഞ്ഞു കൊടുക്കുകയോ, സാരമില്ല കർത്താവ് ശരിയാ അത് നടത്തും എന്നൊക്കെ ഒന്ന് ധൈര്യപ്പെടുത്തുന്നതാണ് പ്രബോധിപ്പിക്കുക എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മള് ഏതെങ്കിലും ക്രമീകരണം വരുത്തണമെങ്കിൽ ചെയ്ത് കൊണ്ടുപോകേണ്ട പ്രബോധനം എവിടെയും ചെയ്യാം. ഫോണിൽ കൂടെ ചെയ്യാം, പിന്നെ കാണുമ്പോൾ നമുക്ക് പറയാം,
എഴുന്നേറ്റ് പറയുമ്പോൾ മാത്രമല്ല പ്രബോധനത്തിൻ്റെതായ വരം പ്രകാശിപ്പിക്കുവാനായിട്ട് കഴിയുന്നത്. പിന്നെ അടുത്തൊന്നുമാണ് ദാനം ചെയ്യുന്നത് ഒരു വരമാണ് അല്ലേ. കർത്താവേ എനിക്ക് ഒരുപോലെ അങ്ങ് തന്നില്ലല്ലോ എന്ന് പറഞ്ഞ ആരും പോകരുത്. ദാനം ചെയ്യുക. ദാനം ചെയ്യുന്നവൻ എന്ത് വേണം? ഏകാഗ്രതയോടെ ദാനം ചെയ്യുന്ന അർത്ഥം എന്തുവാ? ദാനം ചെയ്യുന്ന അർത്ഥം എന്തുവാ? ഫ്രീ ആയിട്ട് കൊടുക്കുക. ചിലപ്പം 2 കാറുണ്ട്, ഒരു കാർ കൊടുത്തേക്കാന്ന് തോന്നിയാൽ അത് ദാനം ചെയ്യുന്നതാണ് അല്ലേ. അല്ലെങ്കിൽ എന്തേലും കാശ് ദാനം ചെയ്യാൻ പറ്റും, പൈസ ദാനം ചെയ്യാൻ പറ്റും, എന്തേലുമൊക്കെ ദാനം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആ വരം എനിക്കില്ല എന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റുകയില്ല. നമുക്കെല്ലാം ഒന്ന് പ്രകാശിപ്പിച്ചാൽ മതി. പിന്നെ അടുത്തൊന്ന് വേണ്ടത് അടുത്തെന്തുവാ? ഭരിക്കുന്നവൻ അല്ലേ. ഭരിക്കുന്നവൻ ഉത്സാഹത്തോടെ ലീഡർഷിപ്പിൻ്റെതായ ഗവേണിങ്ങിന്റെ ഒരു വരവുണ്ട്. പിന്നെ കരുണ ചെയ്യുന്നവൻ പ്രസന്നതയോടെ. കരുണ ചെയ്യുക. അപ്പോൾ ഗിഫ്റ്റ് ഓഫ് മേഴ്സി, കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുവാനുള്ളതായ ഒരു വരം. അപ്പോൾ നമുക്കിനി ചിന്തിച്ചു നോക്കാം. ഒരുപക്ഷെ പ്രവചന വരം കിട്ടിയില്ലായിരിക്കാം. ഇതിലേതെങ്കിലും ഒരു വരം, ഒന്നിലധികം വരങ്ങൾ കർത്താവ് തന്നിട്ടുണ്ട്. ഇല്ലെങ്കിലും നമുക്ക് പ്രകാശിപ്പിക്കുവാനായിട്ട് കുറച്ചെങ്കിലും കഴിവുകളുള്ള കുറെ വരങ്ങളുണ്ട്. അതിനെയൊക്കെ നമുക്ക് പ്രകാശിപ്പിക്കണം. അതെല്ലാം ആത്മീയപരമായിട്ട് കണക്കാക്കിയിരിക്കുകയാണ്. എന്തൊക്കെയാണ്? സഹായം ചെയ്യാനുള്ളതായ വരം. പിന്നെ നമ്മൾ പലരും ഉപയോഗിക്കുന്നുണ്ട്. സഭയിൽ വന്ന് അല്ലെ കാര്യങ്ങളെല്ലാം സഹായിച്ചു കൊടുക്കുകയാണ്. യാതൊരു വിധമാകുന്നതായ പ്രതിഫലത്തിന് വേണ്ടിയല്ല. കർത്താവിനെ സ്നേഹിച്ചുകൊണ്ട്, ദൈവസഭയെ സ്നേഹിച്ചുകൊണ്ട് നേരത്തെ വരികയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സഹായമാണ്. ഒരു വ്യക്തിക്ക് ഒന്ന് മൂവ് ചെയ്യണം. കഴിഞ്ഞ ദിവസം മൂവ് ചെയ്തപ്പോഴത്തേക്ക് എല്ലാവരും കൂടെ ഒന്ന് സഹായിച്ചെന്ന് പറഞ്ഞു. ആ സഹായത്തിന്റെ വരം പ്രകാശിപ്പിക്കുകയാണ്. ഇതുപോലെയുള്ളതായ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ദാനം ചെയ്യുന്നതായ കാര്യങ്ങൾ, കരുണ ചെയ്യുന്നതായ കാര്യങ്ങൾ, കാരുണ്യ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം അക്കൂട്ടത്തിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതായ വിഷയങ്ങളാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ഇനി ഒരു ഭാഗം കൂടെ ഉള്ളൂ. എഫേസ്യ ലേഖനം 4-ാം അധ്യായം. ഈ റെഫറൻസസ് മറക്കല്ലേ. എഫേസ്യർ 4:11 മുതൽ. അവൻ ചിലരെ അപ്പോസ്തലന്മാരായി. ഇത് ചില പദവികളാണ്, ശുശ്രൂഷയുടെ പദവികളാണ് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഓഫീസേഴ്സ് ഓഫ് മിനിസ്ട്രി. അന്ന് വായിച്ചു നോക്കിയ ചിലരെ അപ്പോസ്തലന്മാരായും, ചിലരെ പ്രവാചകന്മാരായും, ചിലരെ സുവിശേഷകന്മാരായും, ഇടയന്മാരായും, ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടിയാ? അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീക വർധനയ്ക്കും ആകുന്നു. അപ്പോൾ ക്രിസ്തുവിന്റെ ശരീരം ഒരുമിച്ച് വളർന്നു വരേണ്ടതിന് വേണ്ടിയുള്ള ശുശ്രൂഷകളാണ് തന്നിരിക്കുന്നത്. 5 വിധ ഓഫീസസ് ഓഫ് മിനിസ്ട്രി. എന്തൊക്കെയാണ് 5 വിധം? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? പറയാൻ എളുപ്പമുള്ള മാർഗം ഈ കൈവിരൽ മാത്രം ഓർത്താൽ മതി. എന്തുവാണ്? ഈ വിരല് എല്ലായിടത്തും അല്ലേ, എല്ലായിടത്തും അപ്പോസ്തലിക ശുശ്രൂഷ. ഇത് ചൂണ്ടുവിരല് ചൂണ്ടുന്ന ശുശ്രൂഷ. എന്താ ചൂണ്ടുന്ന ശുശ്രൂഷ? പ്രവാചക ശുശ്രൂഷ. കൊച്ചു പിള്ളേരാണേലും പ്രവാചക ശുശ്രൂഷ ചൂണ്ടിക്കളയും അല്ലേ. ചൂണ്ടുന്ന ശുശ്രൂഷ. പിന്നെ എന്തുവാ? അടുത്ത ഏറ്റവും പൊക്കമുള്ളതാരാ? ഏറ്റവും അറിയപ്പെടുന്ന ആരെയാ? സുവിശേഷകന്മാരെ. ബില്ലി ഗ്രഹാം എല്ലാവർക്കും അറിയാം അല്ലേ. കൺവെൻഷൻ പ്രാസംഗികര്, സുവിശേഷകന്മാരെ എല്ലാവർക്കും അറിയാം. ഏറ്റവും നീണ്ടു നിൽക്കുക. അടുത്തതോ നമ്മൾ മോതിരിടയില്ലെങ്കിൽ മോതിരിടുന്ന വിരലിതാണ് അല്ലേ. അതൊരു ബന്ധമാണ്. പ്രവാചകന്മാര് പ്രവചിച്ചിട്ട് ഓടിപ്പോകാം, പഠിപ്പിക്കുന്നവരെ പഠിപ്പിച്ചിട്ട് അങ്ങ് പോകും, സുവിശേഷകന്മാരും വന്ന് പ്രസംഗിച്ചിട്ട് അങ്ങ് പോകും, അപ്പോസ്തലന്മാരും പോകും. പക്ഷെ ഇവർക്ക് ഓടിപ്പോകാൻ പറ്റുമോ? എന്തെല്ലാം പ്രയാസം ഉണ്ടെങ്കിലും ആരുടെ എന്തെല്ലാം പറഞ്ഞാലും ഈ ഇടയന്മാര് കൂടെ നിന്ന് അല്ലേ ഇട്ടച്ച് പോകാൻ പറ്റുമോ? കൂടെ നിൽക്കുന്ന ആ ഒരു ബന്ധമാണ് ഇത് കാണിക്കുന്നത്. പിന്നെ ഇവിടെ ചെവിക്കകത്തൊക്കെ എന്തെങ്കിലും പോയാൽ ഇതെടുത്ത് കയറ്റുമോ? ഈ വരലൊന്നും കല്ലേ. ഏത് വല്ല ഇടുന്നത്? ചില വിഷയങ്ങൾ ചെവിക്കകത്തോട്ട് കയറാത്ത വിഷയങ്ങളെ ഇവരൊന്നും പറഞ്ഞാൽ മനസ്സിലായില്ലെങ്കിൽ ടീച്ചേഴ്സ് വന്ന് എന്ത് ചെയ്യും? ആ ചെവിക്കകത്ത് കയറ്റിക്കൊടുക്കും. ഞാൻ പറയാൻ വന്നത്, ഓർക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഈ അപ്പോസ്തലനായ ഒരു വ്യക്തി ഈ എല്ലാ ശുശ്രൂഷയും ചെയ്യും.
അവര് പ്രവാചകന്മാരായിരിക്കും, അവര് ഇവാഞ്ചലിസ്റ്റ് ആയിരിക്കും, അവര് വേണമെങ്കിൽ പാസ്റ്ററിങ് നടത്തും, പിന്നെ ടീച്ചിങ് നടത്തും. അപ്പോസ്തലനായ പൗലോസ് പോയിടത്തൊക്കെ അത്ഭുതങ്ങൾ നടന്നു, പ്രവാചക ശുശ്രൂഷയുണ്ട്, സുവിശേഷം പ്രസംഗിക്കുന്നു. ചില സമയങ്ങൾ അല്പാൽപമായിട്ട് അല്പസമയം ഒരു സഭയുണ്ടാക്കി വേറെ ആളെ ഏൽപ്പിച്ചിട്ട് പോകുന്നു. അങ്ങനെ 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 പോകുന്നു. ദൈവത്തിന്റെ വചനവും പഠിപ്പിക്കുന്നു, എഴുതുന്നു, ലേഖനങ്ങളൊക്കെ എഴുതി. അപ്പോസ്തലിക ശുശ്രൂഷ, മറ്റേ പ്രവചന ശുശ്രൂഷ, ചൂണ്ടുന്ന ശുശ്രൂഷ. പിന്നെ അടുത്ത ശുശ്രൂഷ എന്തുവാ? Evangelist. Next one, pastors, teachers. Okay, pastors and teachers. Pastors തന്നെ teachers എന്നുള്ള അർത്ഥത്തിലും അവിടെ നമുക്ക് എടുക്കാനായിട്ട് കഴിയും. ആർട്ടിക്കിൾ വിധിച്ചിരിക്കുന്ന രീതി. അപ്പോൾ പാസ്റ്റർമാരും ടീച്ചേഴ്സ് കൂടെയാണ് എന്നുള്ള അർത്ഥവും വരുന്നുണ്ട്. നല്ല സെപ്പറേറ്റ് ഒരു ഉപദേഷ്ടാവ് എന്നുള്ള രീതിയിൽ വേറെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് 5 വിധ ശുശ്രൂഷകളാണ്. അപ്പോൾ ഇതുവരെയുള്ളതായ എത്ര എണ്ണം ആരെങ്കിലും എണ്ണി നോക്കിയോ? ആദ്യത്തെ സെക്ഷനിൽ 9 എണ്ണമുണ്ട്. എല്ലാം കൂടെ 19 എണ്ണമുണ്ടെന്ന് തോന്നുന്നു. അതുകൂടാതെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വേറെ പല ഭാഗങ്ങളിൽ എഴുതിയിട്ടുള്ളത്. പ്രധാനപ്പെട്ട ഇത്രയും ആത്മവരങ്ങളാണ് ഉള്ളത്. നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന വരം എന്താണെന്ന് കണ്ടുപിടിക്കുക. കണ്ടുപിടിച്ചതിന് ശേഷം അത് ഫലകരമായിട്ട് പ്രാർത്ഥനയോടെ ഉപയോഗിക്കുക. അതുപോലെ തന്നെ നമ്മുടെ നാച്ചുറൽ ടാലൻസും പ്രാർത്ഥനയോടെ ദൈവരാജ്യത്തിന്റെ വ്യാപനത്തിനായിട്ട് ഉപയോഗിക്കുമ്പോൾ കർത്താവ് അതിനെ വർദ്ധിപ്പിച്ച് തരും. എന്നാൽ ഉപയോഗിക്കാതിരുന്നാൽ എന്ത് ചെയ്യും? കൈ കുറെ സമയം രാത്രി ഇങ്ങനെ വെച്ചുകൊണ്ട് കിടക്കുമ്പം ഉപയോഗിക്കാതെ വരുമ്പോൾ എന്ത് ചെയ്യും? ചിലപ്പോൾ അല്ലെങ്കിൽ കാല് ഇപ്പൊ താഴെ ഇരിക്കുന്നവർക്കൊക്കെ പലർക്കും ഇപ്പൊ എന്ത് ചെയ്താണ് ഓൾറെഡി മരയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലേ? അനങ്ങാതെ വെച്ചിരുന്ന എന്ത് ചെയ്യും? നമ്പായി പോകും. നമ്മൾ ഓടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ, പ്രവർത്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആക്റ്റീവ് ആയിരിക്കും. ഇതുപോലെ തന്നെ ക്രിസ്ത്യ ജീവിതത്തിലും നമ്മുടെ കിട്ടിയതായ കൃപകളെ വരങ്ങളെല്ലാം പൊഴിച്ചു മൂടിയാൽ അല്പ കഴിയുമ്പോൾ നമ്പായി. എനിക്കൊരു കൃപയില്ലെന്ന് പറയരുത്. അർജന്റീനയില് അവിടെ കമ്പൽസറി ആയിട്ട് എല്ലാവരും മിലിറ്ററി ചേരണമെന്നൊരു നിയമം ഉണ്ടായി. ഭയങ്കര പ്രയാസം ഉണ്ടായപ്പോഴത്തേക്ക് എല്ലാവരും മിലിറ്ററി ചേർത്തു. അന്നേരത്തേക്കും 2 കൈയില്ലാത്ത ഒരുത്തൻ, അവന് യൗവനക്കാരനാണ്, അവന് വന്നേ പറ്റുന്നുള്ളൂ. വന്ന് അവൻ വലിയ സന്തോഷത്തോടെ പോയി കൈയില്ലാത്തോട് തിരിച്ചു വിടുന്നു ഓർത്തു. ചെന്നു അവരോട് ചോദിച്ചു, എനിക്ക് 2 കൈയില്ല, എന്തോ ചെയ്യാനാന്ന് ചോദിച്ചു. അന്നേരം നോക്കിക്കാം, നല്ലയുടെ മുകളിൽ കയറിച്ചല്ലേ, കാലട്ടല്ലോ കയറിച്ചല്ലേ. അവിടെ ഒരാള് പമ്പ് സെറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന് അത് വെള്ളം നിറയുമ്പം അവന് പറഞ്ഞു കൊടുക്കണം. അവന് കണ്ണ് കാണത്തില്ല. നീ ചെന്നെന്ത് ചെയ്യണം? നീ അത് നിനക്ക് കണ്ണുണ്ട്, അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? പമ്പ് സെറ്റ് നിറയുമ്പോൾ അവന് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ നിനക്ക് കയ്യിൽ ഓഫ് ചെയ്യാനായിട്ട്, പക്ഷെ നിനക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. എല്ലാവർക്കും എന്തേലും തരത്തിലുള്ളതായ ശുശ്രൂഷ ദൈവസഭയ്ക്കകത്ത് വന്നിട്ട് എനിക്കൊരു കാര്യവും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുവാൻ പാടില്ല. യേശുവിന്റെ നാമത്തിൽ ആരും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തെന്ന് വരത്തില്ല, ആരും നമ്മളൊരു വാക്ക് പറഞ്ഞെന്ന് വരത്തില്ല. ഹൃദയാംഗമായിട്ട് ഞാൻ ചെയ്യുന്നതെല്ലാം യേശുവിന് വേണ്ടിയാണെന്ന് പറഞ്ഞ് ചെയ്താൽ അവർ ഇന്ന് നമ്മൾ കർത്താവിന് വേണ്ടി ചെയ്യുന്ന ഓരോ വിഷയങ്ങൾക്കും കർത്താവിന്റെ സന്നിധിയിൽ വരുമ്പോൾ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള വിളി നമുക്ക് കേൾക്കുവാനായിട്ട് ഇടയായി തീരും. നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിരിക്കുന്ന പ്രതിഫലങ്ങൾ അന്ന് പ്രാപിക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് ആത്മാർത്ഥമായി ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ നമ്മുടെ ജീവിതം കർത്താവിന്റെ ഫലം, ആത്മാവിന്റെ ബലത്തിനനുസരിച്ച് അലൈൻ ചെയ്താണോ ജീവിക്കും നമ്മൾ ആദ്യം ചിന്തിക്കുക. ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തെ കറക്റ്റ് ചെയ്ത് ആത്മാവിന്റെ ഫലമുള്ളവരായിട്ട് ജീവിക്കുക. രണ്ടാമതായിട്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായ വരങ്ങൾ, കഴിവുകൾ, താലന്തുകളെല്ലാം കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനായിട്ട് ആമേൻ മറ്റുള്ളവരുടെ പ്രയോജനത്തിനായിട്ട്, ദൈവസഭയുടെ വളർച്ചയ്ക്കായിട്ട്, ആത്മാക്കൾ ദൈവകൃപയിലേക്ക് വരേണ്ടതിനായിട്ട് സമ്പൂർണമായി സമർപ്പണത്തോടെ നമ്മൾ ഉപയോഗിക്കുവാൻ ആരംഭിച്ചാൽ ദൈവസഭ വളരും, നാം അനുഗ്രഹിക്കപ്പെടും. ദൈവസന്നിധിയിൽ നമ്മുടെ പ്രതിഫലം ശ്രേഷ്ഠമായി തീരുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. നമുക്ക് ആവശ്യമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. സ്തോത്രം. ഒരു ദിവസം ആത്മാവിന്റെ ബലത്തോടെ നിറവോടെ ജീവിക്കുവാനായിട്ട് ഇന്ന് രാത്രി കാലം നമ്മുടെ ഹൃദയങ്ങളുടെ ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ആഗ്രഹിക്കുന്ന വ്യക്തികളെ ആത്മാവിനാൽ നിറയ്ക്കുന്നവരാണ് നമ്മുടെ കർത്താവ്. എല്ലാവർക്കും കണ്ണുകളുടെ ചെറുപ്പസമയം ദൈവകരങ്ങളിലേക്ക് നമ്മെ സമർപ്പിച്ചുകൊണ്ട് ആമേൻ. ഹല്ലേലൂയ. കർത്താവേ, അങ്ങ് വാഗ്ദത്തം നൽകിയിരിക്കുന്നതായ ഈ ആത്മാവിന്റെ എത്തുന്നതായ ശക്തി എനിക്ക് രാത്രി ആവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മോശ പർവ്വതത്തിൽ കാണിച്ച മാതൃക പ്രകാരം
ആമേൻ. ഹല്ലേലൂയ. വള്ളി പുള്ളി തെറ്റാതെ ആമേൻ. ഹല്ലേലൂയ. സമാഗമ കൂടാരത്തിന്റെ പണി പൂർത്തീകരിച്ചപ്പോൾ ആമേൻ. ഹല്ലേലൂയ. എപ്പോഴാണോ അതിന്റെ പണി പൂർത്തീകരിച്ചത് ആ സെക്കൻഡിൽ തന്നെ ആമേൻ തേജസ് അതിനകത്ത് നിറയുവാനിടയായി തീർന്നു. ദൈവത്തിന്റെ തേജസ് ആമേൻ അതിനകത്ത് നിറയുവാനിടയായെങ്കിൽ ആമേൻ രാത്രികാലം പൂർണ്ണ സ്ഥലപ്പെടുന്നു.